ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്രാവശ്യം നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു റിയൽ അനാലിസിസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ എന്താ, കെ സബ്സെറ്റ് ആർ നമുക്ക് തന്നിട്ടുണ്ട്. റിയൽ ലൈൻ്റെ ഒരു സബ്സെറ്റ് കെ, എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പം കെ ടു കെ ആണ് തന്നേക്കുന്നത്. പിന്നെ എന്താ തന്നേക്കുന്നത്, ആ എഫിന് ഒരു പ്രത്യേകത ഉണ്ട്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എവരി എക്സ് വൈ ബിലോങ്സ് ടു കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മളോട് എഫിന്റെ സർജക്ടിവിറ്റിയും ഇൻജക്ടിവിറ്റിയും പിന്നെ എഫ് ഇൻവേഴ്സിന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ 3 കാര്യമാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ സർജക്ടിവിറ്റിയെ കുറിച്ച് നോക്കാം. അപ്പൊ കെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കെ സബ്സെറ്റ് ആർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കെ എന്ന് പറയുന്ന ആറിന്റെ ഏതോ ഒരു റിയൽ ലൈനിന്റെ ഏതോ ഒരു സബ്സെറ്റ് നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കെ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. കെ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു. എന്നിട്ട് നമുക്ക് എഫ് എന്ന് പറയുന്നത് എന്താണ്, കെ ടു കെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. പിന്നെന്താണ്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ. അപ്പൊ ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുകയാണ്. എഫ് ഓഫ് എക്സ് 2x, എഫ് ഫ്രം എവിടെ നിന്ന് ഇങ്ങോട്ടാ, n ടു n അല്ലെ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലേക്ക്. അപ്പം ഇതെന്താണ്, നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ഉം എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് 2y ആണ്. എന്ന് പറയുന്നത് എന്താണ്, 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻ നമുക്ക് നോക്കുമ്പോൾ ഇതെന്താണ്, എഫ് ഫ്രം n ടു n ആണ്. എഫ് ഓഫ് എക്സിൽ 2x ആണ്. പക്ഷെ നമുക്ക് അറിയാം എഫ് എന്താ, സർജക്റ്റീവ് അല്ല. എഫിന്റെ ഇമേജസ്, എഫ് എന്ന് പറയുന്നത് എന്താണ്, ഏത് നമ്പറിനെയും ഒരു ഈവൻ നമ്പറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. എഫിന്റെ ഇമേജ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ആണ്. എഫ് എന്ന് പറയുന്നത് സർജക്റ്റീവ് അല്ല. അപ്പൊ എന്താണ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ അല്ലാത്ത ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സർജക്റ്റീവ് അല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ട്. അപ്പം ഓപ്ഷൻ എ എന്താണ്, ട്രൂ അല്ല. അടുത്ത എന്താണ്, എഫ് എന്ന് പറയുന്ന സെയിം കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ കെ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ 0,1 ആണെങ്കിൽ എഫ് സബ്ജക്റ്റീവ് ആയിരിക്കുമോ, എഫ് ഓൺ ടു ആയിരിക്കും എന്നാണ് അടുത്ത ചോദ്യം. കെ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ 0,1 ആണെങ്കിൽ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ എന്താണ്, ഡൊമൈൻ മാറി. എഫ് എന്ന് പറയുന്നത് എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ 0,1 ടു ക്ലോസ്ഡ് ഇന്റർവൽ 0,1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എന്താണ്, പിന്നെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട് അല്ലെ. ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് 2 കാര്യം അപ്പൊ തന്നെ കിട്ടും. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ്, എഫ് ഇന്റർവെൽസിനെ, എഫ് കണക്റ്റഡ് സെറ്റിനെ കണക്റ്റഡ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, കോമ്പാക്ട് സെറ്റിനെ കോമ്പാക്ട് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുള്ളൂ അല്ലെ. എഫ് ആണെങ്കിൽ കണക്റ്റഡ്നെസ്സും കോമ്പാക്ട്നെസ്സും പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ എഫ് ഓഫ് ഈ റേഞ്ചിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം, നമ്മുടെ എഫ് ഓഫ് കെ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എഫ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0,1 കുറിച്ച് എന്ത് പറയാം, എഫ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0,1 എന്ന് പറയുന്നത് എന്തായിരിക്കണം, ക്ലോസ്ഡ് ഇന്റർവൽ 0,1ന്റെ നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ 0,1ന്റെ ഒരു കണക്റ്റഡ് കോമ്പാക്ട് സെറ്റ് ആയിരിക്കണം അല്ലെ. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർവെല്ലേ ഉള്ളൂ. റിയൽ ലൈനിന്റെ കണക്റ്റഡ് സെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്റർവെല് മാത്രമാണ്. പിന്നെ എന്തായിരിക്കണം, കോമ്പാക്ട് കൂടെ ആയിരിക്കണം. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ റിയൽ ലൈനിൽ എന്താണ്, റിയൽ ലൈനിൽ കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ എഫ് ഓഫ് 0,1ന്റെ ഇമേജ് എന്തായിരിക്കണം, ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആയിരിക്കണം. സബ്സെറ്റ് എന്താണ്, സബ്സെറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ 0,1. അപ്പൊ നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ 0,1ന്റെ ഒരു സബ്സെറ്റ് ആയ ഒരു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി മറ്റൊരു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കണം എന്ത്, എഫിന്റെ ഇമേജ്. വേറെ ഒരു ഓപ്ഷന് എഫിന്റെ ഇമേജ് ഇല്ല. അപ്പൊ നമുക്ക് ഇനി എന്താണ്, എഫ് സർജക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഒരു കാര്യം കൂടെ പക്ഷെ കിടപ്പുണ്ട്. എന്താണ്, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നൊരു കണ്ടീഷനോടെ അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇനിയിപ്പം നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഓണ്ട് അല്ലായിരുന്നു, സർജക്റ്റീവ് അല്ലായിരുന്നെങ്കിൽ എന്ത് വരും നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഓപ്പൺ ഇന്റർവൽ 0,1 എന്ന് പറയുന്ന ഒരു ഇന്റർവൽ നമുക്ക് കൺസിഡർ ചെയ്യാം, ഓപ്പൺ ഇന്റർവൽ 0,1. അപ്പൊ ഇനിയിപ്പം നമ്മുടെ എഫ് എന്ന് പറയുന്ന ഓണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇമേജ് ആയ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എങ്ങനെ കിടക്കണം, ഒന്നെങ്കിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു എന്താ, നമ്മുടെ ഓപ്പൺ ഇന്റർവൽ എ ബി നോട്ട് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ 0,1 ആണെങ്കിൽ ഓപ്പൺ ഇന്റർവൽ അല്ല ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ക്ലോസ്ഡ് ഇന്റർവൽ എ ബി നോട്ട് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 ആണെങ്കിൽ ഇങ്ങനെ ഒരു അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആയ ഒരു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിട്ട് ഇങ്ങനെ നിൽക്കണം അല്ലെ. ഇതാണ് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ എ എന്ന് പറയുന്നത് എന്താവാം, നമ്മുടെ 0യോട് ഈക്വൽ ആവാം, ഇങ്ങനെ വരാം
ഇങ്ങനെ വരാം. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്നത് നമ്മുടെ 1 ഈക്വൽ ആവാം. ബി എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ആവാം. എന്നിട്ട് എ ഇവിടെ എവിടെയോ ആയിട്ട് ഇങ്ങനെ ഈ ഓപ്ഷനിൽ വരാം. ഇത്ര ഓപ്ഷൻ ആണ് ഉള്ളത്. എന്ത്, നമ്മുടെ ഇമേജ്, നമ്മുടെ എഫിന്റെ ഇമേജ് സെറ്റിനുള്ള ഓപ്ഷൻസ് ഇതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരാൾ പറ്റത്തില്ല. ഇനിയിപ്പം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ, ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിക്കാം. എല്ലാം ബാക്കി സിമിലർ ആണ്. ഇനിയിപ്പം നമ്മുടെ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്, എഫ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1, അതായത് നമ്മുടെ എ ബി, അതിന്റെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഈക്വൽ ആവുന്നില്ല, അതിന്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആവുന്ന അവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥ എ ബി. അപ്പൊ നമ്മുടെ എഫിന്റെ ഇമേജ് 0, 1 എന്ന് പറയുന്ന ഇന്റർവെലിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആവുന്ന അവസ്ഥ. ഇത് ക്ലോസ്ഡ് ആണെന്ന് കൂടെ ഓർക്കണം കേട്ടോ, ഓപ്പൺ അല്ല. എന്താണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ്. ഓക്കെ, ഇങ്ങനത്തെ അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ നോക്കിക്കേ, ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ, ഒരു എക്സും വൈയും ഉണ്ട്. ഞാൻ എക്സും വൈയും എടുക്കാൻ പോകുന്നത്, എഫ് എവിടെ നിന്ന് എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്, ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഞാൻ എടുക്കാൻ പോകുന്ന എക്സ്, ഇവിടുന്ന് ഒരു എക്സ്, നമ്മുടെ ഇത് എയുടെ നമ്മുടെ ഇമേജ് സെറ്റിന്റെ വെളിയിൽ നിന്ന് ഒരു എക്സും ഇവിടുന്ന് ഒരു ഇമേജ് സെറ്റിന്റെ വെളിയിൽ നിന്ന് ഒരു വൈയും രണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കും. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 2 കേസ് കൂടെ ഉണ്ട്. 2 കേസ് സിമിലർ ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താണ്, നമ്മുടെ ഇമേജ് സെറ്റിന്റെ വെളിയിൽ നിന്ന് ഒരു എക്സും വൈയും ഇങ്ങനെ നമ്മൾ എടുക്കും. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് എന്താണ്, എക്സ് മൈനസ് വൈനെ കുറിച്ചും എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം. എക്സും വൈ എടുത്തേക്കുന്നത് എനേക്കാൾ ചെറുതാണ് എക്സ്, ബി യേക്കാൾ വലുതാണ് വൈ. പക്ഷെ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഐ എവിടെ കിടക്കുള്ളൂ, എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഐ നമ്മുടെ ഇമേജ് സെറ്റില്ല. ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, ഇമേജ് സെറ്റ് അല്ലെ. ഈ ഇമേജ് സെറ്റിന്റെ അകത്ത് എന്ത് കിടക്കുള്ളൂ, എഫ് ഓഫ് എക്സ് ഇവിടെ കിടക്കണം, ഇവിടെ എവിടെയെങ്കിലും കിടക്കണം. എഫ് ഓഫ് ഐ എന്ന് പറയുന്നു ഇവിടെ എവിടെയെങ്കിലും കിടക്കണം അല്ലെ, എവിടെയെങ്കിലും കിടക്കണം. അപ്പൊ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഐയും തമ്മിലുള്ള ദൂരം, അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ എന്താണ്. ഇവിടെ ഇതിനെ കുറിച്ച് നമുക്ക് എന്താ പറയാം, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ കുറിച്ച് എന്ത് പറയാം, വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്തായിരിക്കും, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും. കാരണം എന്താണ്, എക്സും വൈയും ഇമേജ് സെറ്റിന്റെ വെളിയിൽ നിന്ന്. ഇതേ നമ്പർ, ഇത് ഒരു കേസാണ്. ഇതുപോലെ 2 കേസും കൂടെ ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ കാണിക്കാം. അല്ലെ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 1 ആയിട്ട് എടുത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 1 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ജനറൽ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. 2 കേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ഡൊമൈന് കെ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ആണെങ്കിൽ എഫ് സബ്ജക്റ്റീവ് അല്ല, എഫ് ഓണ്ടും, അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തില്ല, അപ്പൊ എന്ത് നമുക്ക് പറയാം, നമ്മുടെ ഡൊമൈൻ കെ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഓണ്ടും ആയിരിക്കണം. അപ്പൊ ഈ കണ്ടീഷൻ എന്താണ്, ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി എപ്പോഴും ശരിയായിരിക്കും. അടുത്തത് ഓപ്ഷൻ സി, എഫ് എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണോ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് ഇൻജക്റ്റീവ് ആണോ. അപ്പൊ നമുക്ക് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, അത് ഉപയോഗിച്ച് ഇൻജക്റ്റീവ് ആണ്, അത് വെച്ച് പ്രൂവ് ചെയ്യണം അല്ലെ. തന്നിരിക്കുന്നത് എന്താണ്, കണ്ടീഷൻ തന്നിരിക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇൻജക്റ്റീവ് ആണെങ്കിൽ എന്താണ്, നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ആണെങ്കിലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പറയാം, ഈ ക്വാണ്ടിറ്റി ഈക്വൽ ടു 0 ആവും അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞ് 0 ആയി, മോഡുലസ് എന്താ 0 ആയി. അപ്പൊ നമ്മുടെ എന്താണ്, ലെഫ്റ്റ് സൈഡ് എന്തായേ പറ്റത്തുള്ളൂ, അതിനേക്കാളും ചെറുതാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായേ പറ്റുള്ളൂ, 0 ആയേ പറ്റത്തുള്ളൂ. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ 0 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ, ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രം മതി, നമുക്ക് തന്നിരിക്കുന്ന ഒറ്റ കണ്ടീഷൻ മാത്രം മതി എന്ത്, എഫ് ഇൻജക്റ്റീവ് ആവാൻ. അടുത്ത എന്താണ്, എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന്. ഈ ഒരു കണ്ടീഷനെ, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷനെ മറ്റു രീതിയിൽ എഴുതുവാണെങ്കിൽ എഫ് 1 ആണ്. അപ്പൊ എഫ് ഇൻവേഴ്സ് വെച്ച് നമുക്ക് എന്ത് പറയാം, എഫ് ഇൻവേഴ്സ് വെച്ച് നമ്മൾ ഇവിടെ എന്ത് പറയാം, ഈ എക്സും എക്സിന്റെയും വൈയുടെയും ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഐ. അപ്പൊ എഫ് ഇൻവേഴ്സ് എവിടുന്ന, എഫ് ഇൻവേഴ്സ് റേഞ്ച് ഓഫ് എഫിൽ നിന്ന് തിരിച്ചാ പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഈ ഒരു പ്രോപ്പർട്ടിനെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രോപ്പർട്ടിനെ നമ്മൾ എഫ് ഇൻവേഴ്സ് വെച്ച് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് വരും അല്ലെ. ലെസ് ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വരും. കാരണം എന്താണ്, അവിടെ നമുക്ക് എക്സിലും വൈയുടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഡൊമൈനിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഫോർ എവറി എക്സ് വൈ ബിലോങ്സ് ടു കെ നമ്മുടെ ഡൊമൈനിലെ ഉണ്ട്.
ഫോർ എവരി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഐ എവിടത്തെ നമ്മുടെ റേഞ്ചിലാണ്. അപ്പൊ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. ഇനിയിപ്പോ നമ്മൾ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റേഞ്ചിൽ നിന്ന് ഇങ്ങോട്ടാ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കിട്ടും? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് എക്സിൽ എഫ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? മോഡുലസ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ശരിക്കും? ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്, ലിപ്സ്റ്റിക്സ് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ലിപ്സ്റ്റിക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഗണത്തിൽപ്പെടുന്ന ഫംഗ്ഷൻ ആണ്. ഇത് എന്താണ്? യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു എപ്സിലോൺ ഗ്രെയ്റ്റർ 0 ഗിവൺ തന്നാൽ ഡെൽറ്റ എന്ത് യൂസ് ചെയ്താൽ മതി? ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ യൂസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഓൾസോ ഈക്വൽ ടു എപ്സിലോൺ അല്ലേ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പൊ തന്നെ എന്തായിക്കോളും? ഓട്ടോമാറ്റിക്കലി മോഡുലസ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് ഐ ലെസ് ദാൻ എപ്സിലോൺ ആയിക്കോളും. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് വരെയാണ്. കണ്ടിന്യൂസ് മാത്രമല്ല യൂണിഫോംലി കണ്ടിന്യൂസ് കൂടെയാണ്. നമുക്ക് എന്താണ്? ഓപ്ഷൻ സി എഫ് 1 ആണ്. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണ്, യൂണിഫോംലി കണ്ടിന്യൂസ് വരെയാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ സിയും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? എഫ് 1 ആണ്, പക്ഷേ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റായിരുന്നു. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ആണ് ശരി. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, നമ്മൾ സബ്ജക്ടിവിറ്റി പറയുമ്പോഴത്തേക്കിനെ നമുക്കിപ്പോ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുത്തൂടെ? അത് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യത്തില്ലേ? കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ അന്നേരം ആ സെക്കൻഡ് കേസിൽ നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും? ക്ലോസ് ടു ഇന്റർവൽ 0 ആണല്ലേ? അതിന്റെ സബ്ജക്ടിവിറ്റി മാപ്പിംഗ് ഹോൾഡ് ചെയ്യത്തില്ലല്ലോ. അല്ല, സബ്ജക്റ്റീവ് എഫ് എന്ന് പറയുന്നത് എന്താ? ഈ കണ്ടീഷൻ സെക്കൻഡ് പറയുന്നത് കെ ഈക്വൽ ടു ക്ലോസ് ടു ഇന്റർവൽ യൂണിറ്റ് ക്ലോസ് ടു ഇന്റർവൽ അല്ലേ സർ? അന്നേരം രണ്ടിൽ നിന്ന് നമുക്ക് കെ ഈക്വൽ ടു നമുക്ക് സം കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാലോ. പക്ഷെ സബ്ജക്റ്റീവ് അല്ലല്ലോ മാപ്പിംഗ്. ഈ കണ്ടീഷൻ എന്താ പറയുന്നത്? കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഫോർ എവരി എക്സ് കോമ വൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ. ഇതാണുള്ള കണ്ടീഷൻ. തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാ. അപ്പം താങ്കൾ പറഞ്ഞത് എഫ് എന്താണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ് ഫോർ എവരി എക്സ് ആൻഡ് വൈ. അപ്പൊ ഇതെന്തായിപ്പോ? ഇത് ഈക്വൽ ടു 0 ആയിപ്പോ അല്ലേ? എന്ന് പറഞ്ഞ എന്താണ്? അപ്പം താങ്കൾ പറഞ്ഞതനുസരിച്ച് എന്താവണം? ഫോർ എവരി ഈ കണ്ടീഷൻ എങ്ങനെ മാറിപ്പോവും? ഫോർ എവരി എക്സ് കോമ വൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ 0 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഫോർ എവരി എക്സ് ആൻഡ് വൈ എക്സ് ഈക്വൽ ടു വൈ ആവണം. അങ്ങനെ അല്ലല്ലോ. എല്ലാത്തിലും ഹോൾഡ് ചെയ്യണം. ഈക്വൽ ഡിസ്റ്റിങ്ക്ട് ആയ കേസിൽ പോലും ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നായിരുന്നു, പക്ഷെ ഒന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് സി ടു സി ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫീസർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? എഫ് ഓഫീസർ ഇച്ചിരി അത്ര യൂഷ്വലായിട്ട് കണ്ടുവരുന്ന രീതിയിൽ നല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഒന്നും കുഴപ്പമില്ല. എഫ് ഓഫീസർ ഈക്വൽ ടു കോസ് അല്ല ഇ റേസ് ടു കോസ് 1 പ്ലസ് ഐ സൈൻ ഇസഡ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന ഫോമിലാണ്. എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഈക്വൽ ടു യു പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ ഫോമിലാണ്. വേറെ യു ആൻഡ് വി ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. എന്താ റിയൽ പാർട്ടും കോംപ്ലക്സ് പാർട്ടും എഫിന്റെ അത്രയൊക്കെ സാധാരണ തരുന്ന പോലെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡോ യു ബൈ ഡോ എക്സ് 0 0 എന്ന് വെച്ചാൽ എന്താണ്? യു എക്സ് നമ്മൾ സാധാരണ അതിനെ യു എക്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. യു എക്സ് ഓഫ് 0 0 എന്ന് വെച്ചാൽ യു എക്സ് അവിടുത്തെ നമ്മുടെ 0 എന്ന് പറയുന്ന നമ്മുടെ ഒറിജിനലിലെ യു എക്സിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് എന്താണ്? എഫ് ഈക്വൽ ടു യു പ്ലസ് ഐ ബി ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ? നമ്മുടെ സി ആർ ഇക്വേഷൻ വെച്ച് എഫ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ല അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എഫ് ഡാഷ് എന്ന് പറയുന്നത് യു എക്സ് പ്ലസ് ഐ ബി എക്സ് ആയിരിക്കും. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ അതിന്റെ നമ്മൾ ഡെറിവേറ്റീവ് ഇങ്ങനെ ഒരു ഫോം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. എഫ് ഡാഷിനെ നമുക്ക് ഈ യുവിന്റെയും വിയുടെയും എങ്ങനെ വെച്ച് എഴുതാൻ പറ്റും? എഫ് ഡാഷ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ ബി എക്സ് ആയിരിക്കും. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യു എക്സ് 0 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എഫ് ഡാഷ് ഓഫ് 0 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ റിയൽ പാർട്ട് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ? നോക്കിക്ക്, എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കുമ്പോൾ ഈ പാർട്ട് എന്ത് വരും എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എഫിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ റിയൽ പാർട്ട് വരുന്ന എന്താണ് കണ്ടുപിടിച്ചാൽ അവിടെ തീർന്നു. അതാണ് ഉത്തരം. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ യു എക്സ് ഓഫ് 0 0 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ നമ്മൾ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ ഫോമിലോട്ട് മാറ്റി അതിനെ ഒന്ന് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 0 ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷെ അതിനേക്കാൾ എളുപ്പമുള്ള മാർഗം എന്താണ്? ഇതാണ്.
അപ്പൊ നമുക്ക് ഇത് നോക്കാം. അപ്പൊ എഫ് നമുക്ക് അറിയാം. അപ്പൊ എഫ് ഡാഷ് ഓഫീസർ എന്താണ്? എഫ് ഡാഷ് ഓഫീസർ എന്ന് പറയുന്നത് എന്തായി? ഇതെങ്ങനെ വരും? ആദ്യമേ ഇ റേസ് ടു കോസ് 1 പ്ലസ് ഐ സൈൻ ഇസഡ് അതുപോലെ തന്നെ കിടക്കും. പിന്നെ ആ മേളിൽ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് കൂടെ വരണം അല്ലെ? അപ്പൊ എന്ത് വരും? ഇൻറ്റു കോസ് 1 പ്ലസ് ഐ ഇൻറ്റു കോസ് ഇസഡ്. ഒരു കോസ് ഇസഡ് കൂടെ വരും. അപ്പം കോസ് 1 പ്ലസ് ഐ ഇൻറ്റു കോസ് ഇസഡും കൂടെ വന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഇസഡ് ഇക്വൽ 0 എന്ന് ഇട്ട് കൊടുക്കണം. ഇസഡ് ഇക്വൽ 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് 0 എന്നാ കിട്ടും? എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു കോസ്, അവിടെ ഈ ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ ഈ ആദ്യത്തെ പാർട്ടിൽ ഇ റേസ് ടു കോസ് 1 പ്ലസ് ഐ ഇൻറ്റു സൈൻ ഇസഡ് ആണ്. അവിടെ ഇസഡ് സൈൻ ഇസഡ് കിടക്കുന്നുണ്ട്. സൈൻ 0 0 ആയിപ്പോ അപ്പൊ എന്ത് വരും? ഇ റേസ് ടു 0 ഇൻറ്റു കോസ് 1 പ്ലസ് ഐ എന്ന് ആൻസർ വരും. എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? കോസ് 1 പ്ലസ് ഐ റേസ് ടു 0 1 കോസ് 1 പ്ലസ് ഐ എന്ന് കിട്ടി. ഇതാണ് ആൻസർ. അപ്പൊ ഈ കോസ് 1 പ്ലസ് ഐയുടെ റിയൽ പാർട്ട് കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇനി അതൊന്ന് നോക്കാം. കോസ് 1 പ്ലസ് ഐ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, എങ്ങനെയാണ് റിയൽ പാർട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തായിരിക്കും? നമുക്കറിയാം കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് കോസ് ഐ എക്സ് അല്ലേ? അത് ഹൈപ്പർബോളിക് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല അല്ലേ? അത് കോസ് ഐ എക്സ് ആണ് എളുപ്പമുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എച്ച് എക്സ് അപ്പൊ ഈ കോസ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇതെങ്ങനെ വരും എന്ന് പറയുന്നത്? ഇ റേസ് ടു ഐ ഇൻറ്റു 1 പ്ലസ് ഐ. അതെങ്ങനെ വരും? ഐ മൈനസ് 1 ഐ മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. അപ്പൊ എന്നാ വരും? മൈനസ് ഐ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് വരാൻ പോകുന്നത് അല്ലേ? ഇ റേസ് ടു ഐ മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ പ്ലസ് 1. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്നും കൂടെ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ? ഇതിനെ എനിക്ക് ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു ഐ പ്ലസ് ഇ റേസ് ടു 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഇനി ഇപ്പം ഇ റേസ് ടു നമുക്ക് അറിയാം എന്താണ്, അടുത്തൊരു റിസൾട്ട് അറിയാമെന്ന് പറ്റണം. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. അതും കൂടെ ഒന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്നാ കിട്ടും എന്ന് പറയുന്നത്? ഇനിയിപ്പോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടുന്ന് വരാൻ പോകുന്ന റിയൽ പാർട്ടും കൂടെ എടുത്താൽ മതി. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ വിശദീകരിച്ച് എഴുതണമെന്നൊന്നുമില്ല. പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും കുറഞ്ഞ സ്റ്റെപ്പ് എഴുതാൻ ഏറ്റവും നല്ല. അപ്പൊ എന്ത് വരും? അതെ അതെ, കോസ് 1 ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു ഐക്കകത്തെ റിയൽ പാർട്ട് എന്താ ഉള്ളത്? അതെന്ന് പറയുന്നത് കോസ് 1 വരും. ഓക്കെ, പിന്നെ പ്ലസ് അടുത്ത് ഇവിടെ നിന്നുള്ള റിയൽ പാർട്ട് കൊണ്ട് എടുക്കണം. നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ റിയൽ പാർട്ട് എടുത്തു, ഇനി സെക്കൻഡിലെ റിയൽ പാർട്ട് എടുക്കാൻ പോകും. അവിടെ എന്ത് വരും? ഇ റേസ് ടു 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ. കോസ് മൈനസ് 1 ആണ്. അതെന്ത് തന്നെയാണ്? കോസ് 1 തന്നെയാണ്. ഓക്കെ, കോസ് 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഓക്കെ ഈസ് ഈക്വൽ ടു അപ്പൊ ഇതെന്താ? ഇനി നമുക്ക് കോസ് 1 പുറത്തോട്ട് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? കോസ് 1 ഡിവൈഡഡ് ബൈ 2 ഇ റേസ് ടു ഇ പ്ലസ് 1 ബൈ ഇ എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തുണ്ട്? അതെ, സെക്കൻഡ് ഓപ്ഷൻ കിടപ്പുണ്ട്. ഇ പ്ലസ് 1 ബൈ കോസ് 1 ബൈ 2. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒന്ന് ഇതുപോലത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും. പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന പെട്ടെന്നാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് ഹോൾഡ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. കോസ് ഐ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് കോസ് ഐ എക്സ് കോസ് എച്ച് എക്സ് അല്ലേ? നമ്മള് അങ്ങനെ ആ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം അത് 1 തന്നെ വരും. കോസ് 1 തന്നെ വരും. കുറച്ചുകൂടെ എളുപ്പമാണ് എനിക്ക് തോന്നുന്നു. ആയിരിക്കാം. പക്ഷെ അത് കോസ് ഐ എക്സ് ആണ്. ഇവിടെ കോസ് 1 പ്ലസ് ഐ എന്നാണ് കിടക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ സാർ. അല്ല, അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് കോസ് എ പ്ലസ് ബി കോസ് ശരിയാണ്. എക്സ്പാൻഡ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് തോന്നുന്നു നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അടുത്തത് എന്താ? നമുക്കൊരു പവർ സീരീസ് വന്നിട്ടുണ്ട്. നമ്മളോട് എന്റെ റേഡിയസ് കൺവെർജേഴ്സ് വെച്ച് കണ്ടുപിടിക്കാവുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. അപ്പം കോഎഫിഷ്യന്റ്സ് റിയൽ നമ്പർ 6 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. അപ്പൊ നമുക്കൊരു പവർ സീരീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു സമ്മേഷൻ an
എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നൊരു പവർ സീരീസ് ഉണ്ട്. അതിന്റെ നമ്മൾ എങ്ങനെയായിരുന്നു റേഡിയസ് ഓഫ് കൺവെർജൻസ് വിളിക്കുന്ന ഹഡ്ബാർസ് ഫോർമുല ഉള്ളത് 1/r = ലിമിറ്റ് സൂപ്പർഫോം ഓഫ് മോഡുലസ് ഓഫ് എ എൻ റേസ് ടു 1/n അല്ലെങ്കിൽ ഓക്കെ, ഇതാണ് ഫോർമുല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു പവർ സീരീസ് കിട്ടുവാണെങ്കിൽ നമ്മൾ AN ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. AN ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഏത് ഫോർമുല രണ്ടും ലിമിറ്റ് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഒന്ന് തന്നെ കിട്ടുള്ളൂ. നമുക്ക് ചിലയിടത്ത് അങ്ങനെ ലിമിറ്റ് സുപ്രീം ആദ്യത്തെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും രണ്ടാമത്തെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതെ വന്ന കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് അവരുടെ പ്രത്യേകത. മോഡുലസ് ഓഫ് AN റൈസ് 1/n മോഡുലസ് AN+1/മോഡുലസ് രണ്ടുപേരുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യും, ആദ്യത്തെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യും, രണ്ടാമത്തെ എക്സിസ്റ്റ് ചെയ്യും വരാത്ത കേസുകളൊക്കെ വന്നിട്ടുണ്ട്. സാർ അതിന് ഈ സുപ്രീം അല്ലാതെ തന്നെ ഫോർമുല അതും കറക്റ്റ് അല്ലേ? 1/r = ലിമിറ്റ് n → മോഡുലസ് AN the whole raised to 1/n പോസിറ്റീവ് ലിമിറ്റ് കൊടുക്കും. സുപ്രീമം വേണമെന്നുണ്ടോ? ലിമിറ്റ് സുപ്രീമം വേണമെന്നുണ്ടോ കേട്ടോ. ലിമിറ്റ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ താങ്ക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ AN ഒന്ന് എടുത്തു നോക്കാം. AN എന്ന് പറഞ്ഞാൽ എന്താ? AN = n^n²/n+1^n² ആണ് ഇവിടുത്തെ AN. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഏകദേശം ഉണ്ട്. കാരണം എന്താ, പവർ ആണ് AN എന്നൊക്കെ കിടക്കുന്നത്. AN ന്റെ ടൈംസിൽ പവർ ആണ്. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം ഏതായിരിക്കും? ആദ്യത്തെ തന്നെ ഒരു ഫോർമുല ആയിരിക്കും. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് AN റേസ് ടു, മോഡുലസിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം പോസിറ്റീവ് ആണ്. എന്നാലും മോഡുലസ് ഓഫ് AN റേസ് ടു 1/n കണ്ടുപിടിക്കാം. അതെന്നാ കിട്ടാൻ പോകുന്നേ? മോഡുലസ് ഓഫ് AN റേസ് ടു 1 എന്ന് പറയുന്നത് n². അപ്പം ഒന്നുകൂടെ എഴുതുവാണെങ്കിൽ n^n+1^n+1 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓൾ റേസ് ടു 1/n വരും അല്ലേ? ഓൾ റേസ് ടു 1/n എന്നാന്ന് കിട്ടും? n^n² ഒരു പവർ കുറയും മേളിൽ n ഇത് കിട്ടും. അപ്പൊ നമ്മൾ ഇത് ഏകദേശം കണ്ടിട്ടുള്ള ഒരു സീക്വൻസിലോട്ടാണ് നമ്മൾ എത്തുന്നത്. മോഡുലസ് ഓഫ് AN റേസ് ടു 1/n. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നും കൂടെ മാറ്റി എഴുതുവാണെങ്കിൽ എന്നാ പറ്റും? n/n+1 റേസ് ടു എന്നല്ലേ? ഓക്കെ അത് തന്നെ. അപ്പൊ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാൻ പറ്റും? which is equal to n/1/n എന്ന് എഴുതാം അല്ലേ? ഇത് എങ്ങോട്ടാ പോകുന്നേ? 1/e പോകുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. ആ താഴത്തെ 1+1/n റേസ് ടു n എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ? 1+1/1+x എന്ന് പറയുന്നത് e⁻x കൺവേർജ് ചെയ്യുന്നത്. ഈ ഒരു ലിമിറ്റ് അറിഞ്ഞിരിക്കണം നമ്മൾ, എങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? r = e എന്ന് കിട്ടി. 1/r ഫോർമുലയാണ് മറ്റേത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? r = e എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് സീരീസ് 1/e. പക്ഷെ തെറ്റാണ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് r e ആണ്. ഓപ്ഷൻ എ തെറ്റാണ്. ബി എന്താ പറഞ്ഞിരിക്കുന്നത്? സീരീസ് കൺവെർജസ് അറ്റ് x = 5. ബിയും സിയും ഒന്ന് മാറിപ്പോയതാ. ഒന്ന് സീരീസ് കൺവെർജസ് അറ്റ് x = 5ഉം സി എന്ന് പറഞ്ഞാൽ സീരീസ് ഡൈവേർജസ് അറ്റ് x = 5 ആണ്. അപ്പൊ ഏതാണ് എന്റെ? അപ്പം ഓക്കെ മതി. ആദ്യത്തെ കൺവെർജും രണ്ടാമത്തെ ഡൈവേർജും ആയിരുന്നു ഓപ്ഷൻ. ഡൈവേർജസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കറക്റ്റ് അല്ലേ സർ? കാരണം നമ്മള് 2 പോയിന്റിലല്ലേ വരത്തുള്ളൂ കൺവെർജ്. ഉള്ളൂ അല്ല, ഇതിനകത്ത് ഓപ്ഷൻ ബിയും സിയും സെയിം ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇ ആണ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു സീരീസ് കൺവെർജ് ചെയ്യുന്നത് നമ്മൾ ഒറിജിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇ മൈനസ് ഇ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പൺ ഇന്റർവെലിന്റെ അകത്തെ കൺവേർജ് ചെയ്യത്തുള്ളൂ അല്ലെ? അപ്പൊ ഒരു 2 സംതിങ് ആണ്, -2 സംതിങ് ആണ്. അപ്പം 5-ലൊക്കെ എന്ത് ചെയ്യും? എല്ലാം ഡൈവേർജ് ചെയ്യും. നമ്മുടെ റേഡിയസ് കൺവെർജൻസിന്റെ ബാക്കി തീർന്നു ഇങ്ങനെ പറയുന്നത് ഈ ഒരു റേഡിയസിനുള്ളിലുള്ള എല്ലാ ടൈമിലും കൺവേർജ് ചെയ്യും. ബൗണ്ടറിയിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അകത്ത് നമ്മൾ അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ക്ലോസ്ഡ് ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ അവിടെ യൂണിഫോമിലും കൺവേർജ് ചെയ്യും. അത്രയ്ക്കും റിസൾട്ട് ഉണ്ട്. പുറത്തൊരു ടൈമിലും കൺവേർജ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് എക്സ്ട്രാ റിസൾട്ടുകൾ അതിൻ്റെ അകത്തുണ്ട്. ഈ നമ്മൾ റേഡിയസ് കൺവെർജൻസ് അറിഞ്ഞിരിക്കും. അതിനോട് ഉള്ള കുറച്ച് എക്സ്ട്രാ എന്തൊക്കെ അതിനോട് കിട്ടും എന്നുള്ളത് നമുക്ക് അതുകൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത് ലാസ്റ്റ്? അപ്പം സീരീസ് കൺവെർജസ് അറ്റ് x = 5 എന്ന് പറയുന്നത് തെറ്റാണ്. സീരീസ് ഡൈവേർജസ് അറ്റ് x = 5 എന്ന് പറയുന്നത് ശരിയാണ്. അടുത്ത സീരീസ് കൺവെർജസ് ഫോർ എവരി x വിത്ത് മോഡുലസ് ഓഫ് x <1/2 എന്ന് പറയുന്നത് ശരിയാണ്. അത് ശരിയാണ്. കാരണം ഇത് ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ e ആയിരുന്നു.
സാർ നമ്മളെ ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു ഇ കിട്ടിയില്ലേ സാർ, നമ്മൾ ചില സമയങ്ങളിലെ ആ എക്സിന്റെ ആ ടേംസിനകത്ത് സീരീസിൽ തന്നെ കൊടുത്തിട്ട് നമ്മൾ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ ചിലപ്പോൾ ചെക്ക് ചെയ്യാറുണ്ടല്ലോ, എന്നിട്ട് നമ്മൾ പറയാറില്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇപ്പൊ ഇയില് കൺവേർജൻസ്, അത് ഇവിടെ എന്തുകൊണ്ട് ആപ്ലിക്കബിൾ അല്ലാത്ത? എക്സ് ഈക്വൽ നമ്മൾ ഇ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലയിടത്ത് ചില കേസുകളിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ചില കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും തന്നെ ഉപയോഗിക്കുന്നത് റേഡിയസ് ഓഫ് കൺവെർജൻസിന്റെ ഫോർമുലയാണ് ഏറ്റവും എളുപ്പം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബൗണ്ടറിയിലെ കാര്യം റേഡിയസ് ഓഫ് കൺവെർജൻസ് ഒന്നും പറയുന്നില്ല. ബൗണ്ടറി പോയിന്റിൽ ഈ റേഡിയസ് ചെന്ന് നിൽക്കുന്ന പോയിന്റിലെ റേഡിയസ് അവിടെ കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ നമുക്ക് അറിയത്തില്ല. ആ പോയിന്റ് നമ്മൾ മിക്കവാറും ഇട്ട് കൊടുക്കണം. നമ്മൾ ആ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കി നമ്മൾ അതിന് പഠിച്ചെടുക്കാന്നേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് മോഡുലസ് ഓഫ് z നോട്ട് മൈനസ് a സ്ട്രിക്ട്ലി ലെസ് ദാൻ r അങ്ങനെ വെച്ചിട്ട് ചെയ്യത്തില്ല നമ്മൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു r. അങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്കത് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലായിടത്തും ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മള് ചില സീരീസിനൊന്നും നമുക്ക് അങ്ങനെ കൺവേർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സീരീസിന്റെ കൺവേർജൻസിനൊന്നും കറക്റ്റ് ഒരു എല്ലാം ഒന്നും അത്ര എളുപ്പമല്ല, ചില കോംപ്ലക്സ് കേസ് ഒക്കെ വരും. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചേക്കുന്നത്? നമ്പർ ഓഫ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് ഫ്രം സെറ്റ് 1 to etc 7 to 1 to etc 10. അപ്പൊ വളരെ എളുപ്പമാണ്. അത് 1 to etc 7 എന്ന് പറയുന്ന സെറ്റാണ് ഡൊമൈന്, മറ്റേന്ന് പറയുന്നത് 1 to etc 10. അപ്പൊ എന്താണ് 1 ഫംഗ്ഷൻ ആണെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒന്നിന്റെ ഇമേജ് ആയിട്ട് ഇവിടെ നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്? 10 ഓപ്ഷൻ ഉണ്ട്. അപ്പം 10 ഓപ്ഷൻ ഉണ്ട്. അടുത്ത 2 ഇമേജ് ആയിട്ട് എത്ര ഉണ്ട്? ഒരെണ്ണം എടുത്ത് ബാക്കിയെല്ലാം കുറവ്. അപ്പൊ 9 ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പോയിട്ട് 7 എത്ര ഓപ്ഷൻ വരും? 4 ഓപ്ഷൻ 7 വരും അല്ലെ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, അത്രേ ഉള്ളൂ. വളരെ എളുപ്പമുള്ളത്. റിയലിന്റെ ആണോ അത് നമ്പർ ഫോർമുല ഉണ്ട് സർ. ഡയറക്റ്റ് ഇപ്പം എന്നിൽ നിന്ന് എമ്മിലേക്ക് പോയെങ്കിൽ ഫോർമുല ഉണ്ടായിരിക്കും. നമ്മൾ ഫോർമുല കാണാൻ പഠിച്ചു വെക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി നമ്മുടെ ലോജിക് ആയിട്ടുള്ള റീസണിങ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് എന്താ ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് -1 0 നിന്ന് r ഡിഫൈൻ ചെയ്തേക്കുവാണ്. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് -1 0 നിന്ന് r ഡിഫൈൻ ചെയ്തേക്കാണ്. fn of x equal to x by 1 - x raised to n. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ 2 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ അബ്സല്യൂട്ട് കൺവെർജൻസ്, യൂണിഫോം കൺവെർജൻസ്. അപ്പൊ ഇത് സീരീസ് അബ്സല്യൂട്ട് കൺവെർജ് ചെയ്യുന്നുണ്ടോ യൂണിഫോംലി കൺവെർജ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കൺവെർജൻസ് ഒന്ന് നോക്കാം. അപ്പം fn of x തന്നിട്ടുണ്ട്. അപ്പം അപ്പോൾ summation n equal to 1 to infinity x by 1 - x raised to n. ഇതിന്റെ കൺവേർജൻസ് ഒന്ന് നോക്കാം. അപ്പൊ ഇതെങ്ങനെ വരും? which is equal to x എവിടുന്ന വരുന്നേ? -1 0 നിന്നാണ് x വരുന്നത്. അപ്പം നമുക്കറിയാം x നെഗറ്റീവ് ആയതുകൊണ്ട് 1 - x എന്ന് പറയുന്നത് പോസിറ്റീവുമാണ്. അത് എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. x എന്ന് പറയുന്നത് -1 0 നിന്നാണ് വരുന്നത്. അപ്പൊ 1 - x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ നമുക്ക് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമ്മേഷൻ n is equal to 1 to infinity r raised to n എന്ന് പറയുന്നത് എന്താണ്? 1 by 1 - r, where എന്താണ് മോഡുലസ് ഓഫ് r മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആകുമ്പോൾ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അത് ഉപയോഗിക്കാം. കാരണം എന്താണ്? ഇവിടെ 1 - x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് 1 by 1 - x ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ സീരീസിന് നമ്മൾ is equal to x into summation n equal to 1 to infinity 1 by 1 - x all raised to n എന്ന് എഴുതാം. അപ്പൊ 1 by 1 - x എന്താണ്? അതിന്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫോർമുല, സമ്മേഷന്റെ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. which is equal എന്നാ കിട്ടും? which is equal to x into 1 by, ഇവിടെ ഇപ്പൊ നമ്മൾ r ന്റെ സ്ഥാനത്ത് എന്താ? ഇവിടെ r ന്റെ സ്ഥാനത്ത് 1 by 1 - x ആണ് നമ്മൾ ഓർക്കുക. അപ്പം ഇവിടെ ഫോർമുല അനുസരിച്ച് x into 1 by 1 - 1 - x എന്ന് വരും. r ന്റെ സ്ഥാനത്ത് 1 - x ആണ്. which is equal to 1 by 1 - x -1 divided by 1 - x എന്ന് വരും. നമ്മൾ അതിന്റെ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. 1 - x 1 - x -1. ഓക്കെ, x ഉണ്ട് സർ. ന്യൂമറേറ്ററിൽ ഒരു x ഉണ്ട്. അത് ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ.
ഇവിടെ ഒരു പുറത്തൊരു എക്സ് കിടപ്പുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു താഴെ എന്ത് വരും 1/1 - x -1. അപ്പൊ എന്തൊരു -x ഡിവൈഡഡ് ബൈ 1 - x കിട്ടും. അത് നമ്മൾ എഴുതുവാണെങ്കിൽ എന്ത് വരും ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 - x ഡിവൈഡഡ് ബൈ x എന്ന് കിട്ടും. -x അല്ലേ? അതല്ല വരുന്നത് എക്സ് ഇൻറ്റു 1 - x -x. ഓക്കെ, അപ്പൊ ഇതെന്താ, നമുക്ക് ആ എക്സും വെട്ടിക്കളയാം. ഇവിടെ നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്തിട്ടുണ്ട്, എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നാട്ടോ. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ f(x) ഈക്വൽ ടു എന്താണ് 0യാ. അപ്പൊ അതിന്റെ സമ്മേഷനും 0യാ. അപ്പൊ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എക്സും വെട്ടിക്കളഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു x - 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ കിട്ടിക്കുന്നത്, സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity fn(x) ഈക്വൽ ടു 0 if x equal to 0, x - 1 if x not equal to 0. ഇങ്ങനെയാണ് ഈ സീരീസിന്റെ സമ്മേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ എന്താ സീരീസ് കൺവേർജ് നമ്മൾ f(x) ഈ ഇതിനെ നമ്മൾ f(x) എന്ന് വിളിച്ചാൽ ഇപ്പൊ കിട്ടിയേക്കുന്ന സീരീസ് കൺവേർജ് ചെയ്ത് കിട്ടിയേക്കുന്ന ഫംഗ്ഷൻ f(x)ന്റെ വാല്യൂ ഈക്വൽ ടു 0 if x equal to 0, x - 1 if x not equal to 0 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഇത് കൺവേർജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല. ഇത് അബ്സല്യൂട്ടിലും അബ്സല്യൂട്ട് കൺവേർജൻസിനും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, ഇവിടെ നമുക്ക് എക്സിന് മാത്രമേ ഉള്ളൂ. ഇവിടെ 1 - x എന്ന് പറയുന്നത് ഇപ്പൊ 1 - x പോസിറ്റീവാ. അതുകൊണ്ട് 1 - x എന്ന് പറഞ്ഞ പോസിറ്റീവ് അവിടെ മോഡുലസ് ഓഫ് എക്സ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇപ്പം നമ്മളിപ്പം അബ്സല്യൂട്ടിലി കൺവേർജൻസ് നോക്കുവായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് മോഡുലസ് ഓഫ് എക്സ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ വ്യത്യാസം വരാൻ പോകുന്നത്. മോഡുലസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ -x എന്ന് വന്നേനെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എക്സ് എവിടുന്നാണ് എടുത്തേക്കുന്നത്, എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് -x എന്ന് പറഞ്ഞ പോസിറ്റീവാ, സെയിം ഇതുപോലെ തന്നെ വന്നേനെ അല്ലെ. -x എന്ന് പറയുന്ന പോസിറ്റീവാ. അപ്പം ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, നമ്മള് ഇപ്പൊ മോഡുലസ് എക്സ് വെച്ച് എഴുതുമായിരുന്നെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു എന്ത് വന്നേനെ 1 - x ഡിവൈഡഡ് ബൈ -x എന്ന് പറഞ്ഞാൽ 1 - x ഡിവൈഡഡ് ബൈ -x. ഇവിടെ എക്സ് എടുത്തേക്കുന്ന എക്സ് എന്ന് പറയുന്നത് -1 0 അപ്പൊ -x എന്ന് പറയുന്നത് പോസിറ്റീവാ. അപ്പം ഈ മോഡുലസ് ഓഫ് എക്സും ഇതും കൂടെ വെട്ടിപ്പോവും. നമുക്ക് എന്ത് കിട്ടിയാനെ 1 - x എന്ന് ആ സമ്മേഷൻ കിട്ടുകയും ചെയ്തേനെ. അബ്സല്യൂട്ടിലി കൺവേർജ് ചെയ്യുമ്പോഴത്തെ വാല്യൂ ആണ് ഈ പറഞ്ഞേക്കുന്നത് 1 - x. അബ്സല്യൂട്ട്ലി അല്ലാണ്ട് കണ്ടീഷണലി കൺവേർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും, x - 1 എന്നും കിട്ടും. അപ്പം ഇതിന്റെ അകത്ത് കൺവേർജൻസിന് പ്രശ്നമൊന്നുമില്ല, അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ആണ്, അല്ലാതെ സാധാ കൺവേർജൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇതിന്റെ യൂണിഫോം കൺവേർജൻസിനെ കുറിച്ച്. ഇപ്പൊ മോഡുലസിലല്ലേ, അന്നേരം താഴത്തെ നെഗറ്റീവ് എക്സ് അല്ലേ, അന്നേരം x - 1 തന്നെയല്ലേ അവിടെ വരുന്നത്. അല്ല, എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്, എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 അല്ലേ. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് എന്താ, -x വരും. ഓക്കെ ഫൈൻ. അപ്പം ഇനിയിപ്പോ നമുക്ക് യൂണിഫോം കൺവേർജൻസിൽ നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ fn യൂണിഫോംലി കൺവേർജസ് ടു f ആണ്. fn ആർ കണ്ടിന്യൂസ്, ദെൻ എന്താണ്, ദെൻ എഫും കണ്ടിന്യൂസ് ആയിരിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എഫ് എന്നും പറയുന്നതും കണ്ടിന്യൂസ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത് സീരീസിന്റെ ഒരു സീരീസ് fn സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ fn ഉണ്ട്. ആൻഡ് ദി സീരീസ് fn converges to f uniformly, then f is also uniformly continuous. അപ്പൊ അങ്ങനത്തെ കുറച്ച് റിസൾട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെന്താ പഠിച്ചിരുന്നത്, റെയ്മാൻ എഫ് എന്ന് പറയുന്ന fn ആർ റെയ്മാൻ ഇന്റഗ്രബിൾ, ദെൻ ദ യൂണിഫോം കൺവേർജൻസ് ലിമിറ്റും റെയ്മാൻ ഇന്റഗ്രബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓരോ fn എന്തായിരുന്നു, ഇവിടുത്തെ ഓരോ fn എന്താ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. പോളിനോമിയൽസിന്റെ ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ f(x) ആയിട്ട് വരുന്ന ഫംഗ്ഷനും എന്തായിരിക്കണമായിരുന്നു, യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നെങ്കിൽ f(x) എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ത് പറ്റി, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. x = 0 മാത്രം 0, ബാക്കി എല്ലായിടത്തും എന്താണ് x - 1. ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് അല്ലേ സർ? x = 0 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് എല്ലാ കണ്ടിന്യൂസ്, എല്ലാം ഒരു പോയിന്റ് കണ്ടിന്യൂസ് അല്ലാണ്ടായി പോയില്ലേ, അത് പ്രശ്നമാണല്ലോ. അപ്പം നമ്മുടെ ഫംഗ്ഷന് എല്ലാം കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ കിട്ടാൻ പോകുന്ന ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആവണമായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ ലിമിറ്റ് ഫംഗ്ഷന് കണ്ടിന്യൂസ് അല്ലാണ്ടായി പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഈ സീരീസ് കൺവേർജ് ചെയ്തിരിക്കുന്നത് യൂണിഫോംലി അല്ല, അബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കിക്കേ, സീരീസ് നെയ്തർ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ഓർ യൂണിഫോം, അത് തെറ്റാ. ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി സീരീസ് ഈസ് ബോത്ത്
ബോത്ത് തെറ്റാണ്. അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ബട്ട് നോട്ട് യൂണിഫോംലി കൺവെർജന്റ്. ഓപ്ഷൻ സി ആണ് ശരി. ഇത് സീരീസ് യൂണിഫോംലി കൺവെർജന്റ് ബട്ട് നോട്ട്. ഓക്കെ, ഡിയും തെറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരുന്നു ശരി. ഓക്കെ, അടുത്തത് രണ്ട് സീക്വൻസുകളുടെ ഒരു പ്രോബ്ലം ആണ്. അപ്പം എ എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. എ എൻ ഈക്വൽ ടു ഇ റേസ് ടു എൻ പ്ലസ് ഇ റേസ് ടു അല്ലെങ്കിൽ 1/e⁻n എന്ന് എഴുതാം. ബൈ 2 ആണ്. പിന്നെ ബി എന്ന് പറഞ്ഞേക്കുന്നത് എ എൻ പ്ലസ് 1/an. അപ്പൊ നമുക്ക് എ എന്നെ കുറിച്ചാണ് ആദ്യമേ നോക്കാം. ഈ എ എന്റെ ലിമിറ്റ് എന്താ? ജസ്റ്റ് ആദ്യമേ ചുമ്മാ ലിമിറ്റ് കണ്ടുപിടിച്ചേക്കാം. ലിമിറ്റ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് എന്താ? അത് ഇ റേസ് ടു എൻ. എൻ ഇൻഫിനിറ്റിലേക്ക് പോകും തോറും ഇ റേസ് ടു എൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിലേക്ക് പോകും, പ്ലസ് 1/e⁻n എന്ന് പറയുന്ന 0-ലോട്ടും പോകും. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റി പ്ലസ് 0/2. ഓക്കെ, അതെ, ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, ഇൻഫിനിറ്റി ആയിട്ട് പോകും. അടുത്തത്, അപ്പം ഇനി നമുക്ക് ബി എന്നിന്റെ കൂടെ നോക്കാം. ബി എൻ എന്താ? ബി എൻ ഇസ് ഈക്വൽ ടു an പ്ലസ് 1/an. അപ്പൊ ഇ റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് 1/e⁻n പ്ലസ് 1 ഡിവൈഡഡ് ബൈ an ന്റെ വരും. ഇ റേസ് ടു എൻ പ്ലസ് 1/e⁻n. ഇതാണ് ബി എൻ വരുന്നത്. ആ 2 ഉം 2 ഉം വെട്ടിപ്പോകും. ബി എൻ ഈക്വൽ ടു e⁻n പ്ലസ് 1 പ്ലസ് 1/e⁻n പ്ലസ് 1 ഡിവൈഡഡ് ബൈ e⁻n പ്ലസ് 1/e⁻n എന്നാണ് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിന്റെ ലിമിറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും എങ്ങോട്ടാ പോകുന്നത്? ഇൻഫിനിറ്റിലോട്ടാണ് പോകുന്നത്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ചെറിയൊരു ട്രിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വേണം അതിന്റെ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ. അതെ, ഇ റേസ് ടു എന്നിനെ പുറത്തെടുക്കുക, അല്ലെങ്കിൽ ഇ റേസ് ടു എൻ വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്താൽ മതി. ഇ റേസ് ടു എൻ വെച്ചെന്ന് മേളും താഴും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? മേളില് ഇ റേസ് ടു 1 പ്ലസ് ഇ റേസ് ടു എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? താഴെ എന്ത് വരും? ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2n പ്ലസ് ഇ റേസ് ടു 2n പ്ലസ് 1. ഇ റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു എൻ പ്ലസ് 1 ആണ്. അപ്പൊ ഇ റേസ് ടു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് e⁻n എന്ന് കിട്ടും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എന്നാ പറ്റും? ഈ രണ്ട് ക്വാണ്ടിറ്റിയും 0-ലോട്ട് പോകും, പിന്നെ മിച്ചം കിടക്കുന്ന ഇയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ എ എന്ന് പറയുന്ന സീക്വൻസ് ഒരു കൺവെർജന്റ് സീക്വൻസ് അല്ല, അത് ഡൈവർജസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആയിരുന്നു. പക്ഷെ ബി എന്ന് പറയുന്ന സീക്വൻസ് കൺവെർജസ് ടു ഇ ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പൊ ഓപ്ഷൻ എ, ബി നമ്മുടെ എന്തിനെ കുറിച്ചാണ്? എ എന്നിനെ കുറിച്ച് ചോദിക്കുന്നത്. ഇതിനകത്ത് ഡിക്ക് അത്ര തെറ്റുണ്ട് കേട്ടോ. ഡി ഓപ്ഷൻ ഡി ബൗണ്ടഡ് ആക്കി മാറ്റാൻ പറ്റൂലേ? ഏതാ? ബൗണ്ടഡ് ആക്കാല്ലേ? ബി എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ സം എക്സ് എന്ന് എഴുതാൻ തിരുത്തി എഴുതിയ ഡി ആണ് ഓപ്ഷൻ. കൺവെർജന്റ് സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ആണ്. അപ്പൊ ഓപ്ഷൻ എ എന്താ ചോദിച്ചിരിക്കുന്നത്? there exists for each x belongs to R there exists n such that an greater than x. അത് ശരിയാണ്. കാരണം ഇത് a എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിലേക്ക് പോകുന്നതാണ്. ഏത് റിയൽ നമ്പർ എടുത്താലും അതിനേക്കാളും വലുതായിട്ട് a നെ നമുക്ക് വലുതാക്കാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ഓപ്ഷൻ ബി, for each x belongs to R there exists n such that an less than x. ഏതൊരു റിയൽ നമ്പർ എക്സ് എടുത്താലും എ എൻ അതിനേക്കാൾ താഴെ ആക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റത്തില്ല. ഒന്നാമത്തെ കാരണം എന്താ? എ എൻ എല്ലാം പോസിറ്റീവാ. അപ്പം ഏത് എക്സ് നെഗറ്റീവ് എടുത്താൽ തന്നെ അപ്പൊ തന്നെ പോയി. അതുകൊണ്ട് നമുക്ക് എന്താ? ഓപ്ഷൻ ബി തെറ്റാണ്. ഇനി ഓപ്ഷൻ സി ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ആർ there exists n such that bn greater than x. അതും തെറ്റാ. അത് bn tends to infinity ആണോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. സി ചോദിച്ചേക്കുന്നത് ഏതൊരു എക്സിനേക്കാളും വലുതാക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഇയേക്കാളും വലിയ ടൈംസ് ബൗണ്ടഡ് സീക്വൻസ് ആണല്ലോ. അപ്പൊ നമുക്ക് എല്ലാ ടൈമിനേക്കാളും വലുതാക്കാൻ പറ്റത്തില്ല. ഓപ്ഷൻ സി എന്ന് പറയുന്നത് തെറ്റാ. അടുത്ത എന്താ ചോദിച്ചത്? ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ആർ there exists n such that bn less than x. അതും പറ്റിയല്ല. അത് നെഗറ്റീവ് ഇൻഫിനിറ്റിലേക്ക് കൺവെർട്ട് പോകുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. കൺവെർജൻ അല്ല, നെഗറ്റീവ് ഇൻഫിനിറ്റിലേക്ക് പോകുന്ന ഒരു സബ്സീക്വൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. there exists ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. അതുമില്ല. ഇത് ബൗണ്ടഡ് ആയതുകൊണ്ട് ഒരു എന്താണ്? ബൗണ്ടഡ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പം 0യ്ക്കും ഒരു കെയ്ക്കും ഇടയ്ക്കാണ് നമ്മുടെ ബി എൻ നിൽക്കത്തുള്ളൂ. അപ്പം ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇപ്പൊ ഡി തെറ്റാവാൻ കാരണം ഓരോന്നിനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഈയെക്കാട്ടിയും താഴെയുള്ള നമ്പറുകളും വരാം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ സാർ ഉദ്ദേശിച്ചല്ലേ? ഇപ്പം ബി എൻ ലെസ് ദാൻ ഫോർ ഈച്ച്, അതായത് ഓരോ റിയൽ നമ്പറിനും നമുക്ക് ഈ ബി എൻ ലെസ് ദാൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്തതുണ്ട്. ഏതൊരു എക്സ് എടുത്താലും ബി എൻ അത് താഴെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. അത് പറ്റത്തില്ല. എല്ലാ എക്സിനും ഒന്നും പറ്റത്തില്ല. ചില എക്സിന് പറ്റുമായിരിക്കും, എല്ലാ എക്സിനും പറ്റില്ല. ഓക്കെ,
അടുത്ത ഓപ്ഷൻ അല്ല അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് സീക്വൻസുകളുടെ പ്രോഡക്റ്റ് പോലത്തെയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ ഏകദേശം അറിയായിരിക്കും. നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ ഇതുപോലെയുള്ള ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോൾസ് തിയറം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റോൾസ് തിയറം. അപ്പൊ ഇങ്ങനെ രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്ന ഫോമിലുള്ള രണ്ട് സീക്വൻസുകളുടെ ഫ്രാക്ഷൻ ആയിട്ട് വന്നേക്കുക. ഇവിടെ an എന്ന് പറയുന്നത് an = 1 + √2 പ്ലസ് അല്ലെങ്കിൽ 2⁻1/2 അങ്ങനെയും പറയാം, 3⁻1/3 പ്ലസ് എക്സെട്ര പ്ലസ് n⁻1/n. bn എന്ന് പറയുന്നത് n തന്നെ. ഈ രണ്ട് സീക്വൻസുകളുടെ ഫ്രാക്ഷന്റെ ലിമിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റോൾസ് തിയറം പറഞ്ഞതെന്ന് വെച്ചാൽ bn ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ആൻഡ് bn ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുവെച്ചാൽ ബീങ് കൺവെർജസ് ടു എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn = ഇൻഫിനിറ്റി ആണെങ്കിൽ ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 - an ഡിവൈഡഡ് ബൈ bn+1 - bn ആയിരിക്കും. അപ്പൊ an/bn ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഈ ഒരു കണ്ടീഷനോടെ ഉണ്ട്. bn എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗും ആണ്. അതിന്റെ ലിമിറ്റ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സീക്വൻസിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫ്രാക്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡിഫറൻസിന്റെ എന്ത് ടേമുകളുടെയും n+1 എന്ത് ടേമിന്റെ ഡിഫറൻസിന്റെ ഫ്രാക്ഷൻ ആയിട്ട് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇനി അതൊന്നും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് an+1 - an നമുക്ക് എന്ത് വരും? an എന്ന് പറയുന്നത് 1 + √2 an+1 - an equal to എന്ത് കിട്ടും? n+1 n+1 സാർ. nth ടേം മാത്രം എടുത്താൽ മതിയല്ലേ? an+1 അല്ലേ? nth ടേം മാത്രം മതിയല്ല? കറക്റ്റാ സാർ എഴുതിയത്. -n/1/n -n/1/n ആവശ്യമുണ്ടോ? കാരണം an+1 - an അല്ലേ സാർ? an+1 അല്ലേ സാർ എഴുതിയുള്ളൂ. ഇനി അടുത്ത an എഴുതണല്ലോ. an+1 എന്ന് പറഞ്ഞാൽ എന്താ? an+1 1 + √2 പ്ലസ് എക്സെട്ര പ്ലസ് n⁻1/n പ്ലസ് n+1/n+1 അല്ലേ? അപ്പൊ an+1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് പോയിട്ട് ലാസ്റ്റ് ടേം മാത്രമേ മിച്ചം കിടക്കുള്ളൂ. പിന്നെ ഇനി bn+1 - bn അതെന്ത് വരും? bn എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ bn എന്ന് പറയുന്നത് n ആയിരുന്നു. അപ്പം n+1 - n എന്നും കിട്ടി. അത് രണ്ട് ക്യാൻസൽ ചെയ്ത് 1 വരും. = 1 n+1 എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ലിമിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, ചിലരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചേക്കാം. ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ ലിമിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻1/n. അപ്പൊ ഇത് ചിലപ്പോൾ അറിയായിരിക്കും, ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻1/n ലിമിറ്റ് എന്താണ്? അതിന് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്. നമുക്ക് എന്തറിയാം? മോഡുലസ് ഓഫ് an⁻1/n ലിമിറ്റ് തന്നെയാണ് എന്ത്? ലിമിറ്റ് മോഡുലസ് ഓഫ് an+1 ബൈ മോഡുലസ് ഓഫ് an. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു n⁻1/n. n⁻1/n ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മോഡുലസ് ഓഫ് an+1 ഇവിടെ an സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇവിടെ an = n എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇതെന്താ തരുന്നേ? ഇതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ n⁻1/n ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? an+1 അതായത് എന്തോ n⁻1/n ലിമിറ്റ് എപ്പോഴും 1 ആണല്ലോ സർ? ആണ്. അതെ ആണ്. അപ്പൊ n+1/n എന്ന് കിട്ടും. n+1 ഇത് നമുക്കറിയാം n വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഇതിന്റെ ലിമിറ്റ് = 1 എന്നറിയാം. അപ്പൊ നമുക്ക് എന്തറിയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻1/n ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പൊ ഈ ലിമിറ്റ് 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ സ്റ്റോൾസ് തിയറം വെച്ച ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn ലിമിറ്റ് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓപ്ഷൻ ബി ആയിരുന്നു ശരി. ഓക്കെ, അടുത്തത് ലെറ്റ് s = set 1 2 etc 100, a എന്ന് പറയുന്നത് 1 2 etc 10, b = 41 42 etc 50. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് s വിച്ച് ഹാവ് നോൺ എംപ്റ്റി ഇന്റർസെക്ഷൻ വിത്ത് ബോത്ത് a ആൻഡ് b. എയോടും ബിയോടും
നോൺ എം ഡി എന്ന് വെച്ചാൽ എയിൽ നിന്നും ബിയിൽ നിന്നും എലമെന്റ് ഉള്ള എസിന്റെ എത്ര സബ്സെറ്റ് ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എസിന് എത്ര സബ്സെറ്റ് ഉണ്ട്, എയിൽ നിന്നും ബിയിൽ നിന്നും എലമെന്റ്സ് വേണം. ഓക്കെ, അപ്പം ഇതുപോലത്തെയുള്ള ക്വസ്റ്റൻ ഒക്കെ ഒത്തിരി രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അത് പല പല രീതിയുണ്ട്. നമുക്ക് എളുപ്പമുള്ള രീതിയിൽ, ഏറ്റവും എളുപ്പമുള്ള രീതി നമ്മൾ കണ്ടുപിടിക്കുക എന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം വേണ്ട ഏറ്റവും എളുപ്പമുള്ള രീതി നമ്മൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ്സ് വിച്ച് ഹാവ് നോൺ എംപ്റ്റി ഇന്റർസെക്ഷൻ വിത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഒരു ടി സബ്സെറ്റ് നമ്മൾ എസ് എടുത്താൽ അതിന്റെ അകത്ത് എയിൽ നിന്നും എലമെന്റ് വേണം, ബിയിൽ നിന്നും എലമെന്റ് വേണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ അല്ലെ. എയിൽ നിന്ന് എലമെന്റ്, ഒരു എലമെന്റ് എങ്കിലും എയിൽ നിന്ന് വേണം, എലമെന്റ് എങ്കിലും ബിയിൽ നിന്ന് വേണം. പിന്നെ എന്ത് വേണം, പിന്നെ നമുക്ക് മിച്ചം കിടക്കുന്ന എ യൂണിയൻ ബിയുടെ വെളിയിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ സബ്സെറ്റും വരാം. എസ് മൈനസ് എ യൂണിയൻ ബിയിൽ നിന്നും ആര് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ടി സബ്സെറ്റ് എസ് നമ്മളിപ്പോ ഈ ഒരു കളക്ഷന് എടുക്കുവാണെങ്കിൽ, നമുക്ക് വേണ്ട ഒരു സെറ്റ് ടി സബ്സെറ്റ് എസ് എടുക്കുവാണെങ്കിൽ അതിന്റെ ഫോം എങ്ങനെയായിരിക്കും അതെന്ന് പറയുന്നത് ഒരു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് യൂണിയൻ സി ഡാഷ് ആയിരിക്കും. വേറെ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, എ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എയുടെ ഒരു സബ്സെറ്റ് എ ഡാഷ് വേണം, ബിയുടെ ഒരു സബ്സെറ്റ് ബി ഡാഷ് വേണം. പിന്നെന്താ സി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ എ ഡാഷ് എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ്, ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ബി ഡാഷ് എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ്, സി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ എസ് മൈനസ് എ യൂണിയൻ ബിയുടെ ഒരു സബ്സെറ്റ്. മിച്ചമുള്ള എന്ത് വെള്ളം ഇടാലോ. എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു എലമെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്തായി, നമുക്ക് ആ സെറ്റ് എയുമായിട്ട് ബിയുമായിട്ട് നോൺ എംപ്റ്റി ഇന്റർസെക്ഷൻ ആയി കിട്ടി. അപ്പം അത് എന്തായാലും നിർബന്ധമായിട്ടും പ്രോപ്പർ സബ്സെറ്റ് അല്ലേ സാർ ഉദ്ദേശിച്ചത്? അത് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം സി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, സി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ എസ് മൈനസ് എ യൂണിയൻ ബിയിൽ നിന്നുള്ള ഒരു സബ്സെറ്റ്. അപ്പൊ ഈ ഒരു ഫോമുല എ ഡാഷ് യൂണിയൻ ബി ഡാഷ് യൂണിയൻ സി ഡാഷ് എന്ന് പറയുന്ന ഫോമിലുള്ള സെറ്റുകളാണ് നമുക്ക് വേണ്ട സെറ്റുകൾ. ഇങ്ങനെയുള്ള എത്ര സെറ്റ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എ ഡാഷിന്റെ അകത്ത് എന്താണ്, എ ഡാഷ് എന്ന് പറയുന്നത് എയിൽ നിന്നുള്ള ഒരു സബ്സെറ്റ്. അപ്പൊ പറഞ്ഞാൽ പ്രോപ്പർ ആയിരിക്കണം, ഒരു എലമെന്റെങ്കിലും വേണം. അപ്പൊ നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്, ഈ എ ഡാഷിന് എത്ര ഓപ്ഷൻ ഉണ്ട്? എ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ എയുടെ ഒരു സബ്സെറ്റ് ആണ്. 2/10 ആണ് എ ഡാഷിന് മൊത്തം ഉള്ള സബ്സെറ്റുകൾ. അതിന്റെ അകത്ത് എംപ്റ്റി സെറ്റിനെ കളയണം, കാരണം എ ഡാഷിന് ഒരു എലമെന്റെങ്കിലും വേണം. 2/10 -1 ആണ് ഇവിടെയുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ബി ഡാഷിൽ എത്ര 10 എലമെന്റാ ഉള്ളത്, അവിടെ എത്ര ഓപ്ഷൻ ഉണ്ട്? 2/10 -1 ഓപ്ഷൻസ് ബി ഡാഷിനും ഉണ്ട്. ബി ഡാഷിന് നമുക്ക് ബിയുടെ ഏത് സബ്സെറ്റ് വേണം, ഏത് നോൺ എംപ്റ്റി സബ്സെറ്റ് വേണമെങ്കിലും ബി ഡാഷിന് വരാം. പിന്നെ എന്താണുള്ളത്, പിന്നെ സി ഡാഷിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയുടെ വെളിയിൽ നിന്നുള്ള നമുക്ക് എക്സ്ട്രാ എലമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. എ യൂണിയൻ ബിയുടെ വെളിയിൽ നിന്ന് എസ് മൈനസ് എ യൂണിയൻ ബിയുടെ ഏത് സബ്സെറ്റ് വേണമെങ്കിലും വരാം. അവിടെ എന്ത് വരാം, എംപ്റ്റി വന്നാലും കുഴപ്പമില്ല, എംപ്റ്റി സെറ്റ് വന്നാലും അവിടെ കുഴപ്പമില്ല. കാരണം എന്താ, ഞാനിപ്പോ ടി ഈക്വൽ ടു സെറ്റ് 1,41 എന്ന് കൊടുത്താല് പുറത്തൊന്നും ആരും എടുത്തിട്ടില്ല. എയിൽ നിന്നൊരു എലമെന്റ്, ബിയിൽ നിന്നൊരു എലമെന്റ്, ആ എയു ആയിട്ട് നോൺ എംപ്റ്റി ഇന്റർസെക്ഷനാ, ബിയു ആയിട്ട് നോൺ എംപ്റ്റി ഇന്റർസെക്ഷനാ. കാരണം ഇവിടെ സി ഡാഷിന്റെ സ്ഥാനത്ത് എംപ്റ്റി സെറ്റാ വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സെറ്റുകളും വരാം. അപ്പൊ അവിടെ എന്ത് ഓപ്ഷൻ ഉണ്ട്, എത്ര ഓപ്ഷൻ ഉണ്ട്? 2/80 ഓപ്ഷൻ ഉണ്ട്. എ യൂണിയൻ എസിൽ നിന്ന് എ യൂണിയൻ ബി കളയുക. എയിൽ 10 ആയിരുന്നു, ബി 10 ആയിരുന്നു, 100 നിന്ന് 19 20 കളഞ്ഞു. അപ്പൊ 2/80 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? 2/80 ടൈംസ് 2/10 - 1 into 2/10 - 1, അതായത് 2/10 - 1 ആണ് ആൻസർ. അപ്പം ഓപ്ഷൻ സി ആണ് എന്റെ ആൻസർ. ഓക്കെ, അടുത്ത നമ്മളോട് ഇതാണ് ഒരു ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമോ കണ്ടുപിടിക്കുക. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതിന് ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. എവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ലാതെയും ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമോ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഈ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമോ എന്തായിരുന്നു അതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഇങ്ങനെ എന്താണ് ലിമിറ്റ് ഇൻഫിമോ എന്ന് പറയുന്നത്, സുപ്രീമം ഓഫ് ഇൻഫിമോ, സുപ്രീമം ഓഫ് n = k, സുപ്രീമം ഓഫ് k = 1 ak എന്നൊക്കെ പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഈ ഒരു കേസിൽ നടക്കും. പക്ഷെ അത് നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കേസിൽ നടക്കും. നമ്മൾ ലിമിറ്റ് ഇൻഫിമോ ലിമിറ്റ് സുപ്രീമത്തിന്റെ മറ്റേ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലിമിറ്റ് ഇൻഫിമോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീക്വൻസിന് ലിമിറ്റ് ഇൻഫിമോ എന്ന് പറഞ്ഞാൽ അതെ, അത് ഡെഫിനിഷൻ ആണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട തീരെ ഞാൻ പറയുന്നത്. ലിമിറ്റ് ഇൻഫിമോ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഏനിന്റെ ഏറ്റവും ലീസ്റ്റ് ലിമിറ്റ് പോയിന്റ്. ഒരു സീക്വൻസ് എടുത്താൽ അതിന് പല ലിമിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. ലിമിറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ലിമിറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സബ് സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റിനാണ് ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഏതൊരു
ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ അതിന്റെ ഏതൊരു ഇന്റർവെല്ലിൽ എടുത്താലും, അതിന്റെ കണ്ടീഷൻ ഒരു ഇന്റർവെൽ എടുത്താലും അതിന്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് കാണും. ഒരു ടൈലന്റ് കാണണമെന്നില്ല, ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് കാണും. അതിനാണ് ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ലിമിറ്റ് ഇൻഫിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി, ലിമിറ്റ് ഇൻഫിമം ഓഫ് എ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. റിസൾട്ട് ആണ് എന്താണ്? ലീസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ലിമിറ്റ് പോയിന്റ് ഓഫ് എ എൻ. സീക്വൻസ് എ ന്റെ ഏറ്റവും ചെറിയ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും ലിമിറ്റ് ഇൻഫിമം. അതുപോലെ തന്നെ എന്തുണ്ട്? ലിമിറ്റ് സുപ്രീമം ഉണ്ട്. ലിമിറ്റ് സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് ലിമിറ്റ് പോയിന്റ് ഓഫ് ലാർജസ്റ്റ് ലിമിറ്റ് പോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? പല കേസിലും നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ സീക്വൻസ് എന്റെ ലിമിറ്റ് പോയിന്റുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ചെറുത് ഏതാ വലുതാന്ന് കണ്ടുപിടിച്ചാൽ അവിടെ കൊണ്ട് പണി തീരും. നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ നമുക്ക് എൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന് മൊത്തം ഒന്നും എടുത്തെഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ചുമ്മാ ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് ഓർത്ത് നോക്കിക്കേ. ഈ എന് ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 3 അവിടെ അതുപോലെ തന്നെ നിൽക്കും, ഒരു മാറ്റവും ഇല്ല. 3 ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ അടുത്ത ടൈം 5 × -1/2 അതെന്നാ പറ്റും? അത് 0ലേക്ക് പോകും. കാരണം മോഡുലസ് ഓഫ് r <1 ആണെങ്കിൽ r(n) എങ്ങോട്ട് പോകും? 0. അപ്പൊ ഈ ഒരു ടൈം ഇങ്ങോട്ട് പോകും, മൊത്തത്തില് 0ലേക്ക് പോകും. മൊത്തത്തിൽ 0-ലോട്ട് പോകും. ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്താ പറയുക? അടുത്തത് എന്താ? അടുത്ത പറഞ്ഞാൽ -1/n. അത് നോക്കാം. -1/n × 1/4 പ്ലസ് -1/n ഓക്കെ. ഈ ഒരു ടൈം ഇതിന്റെ അകത്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. -1/n × 1/4 പ്ലസ് -1/n × 2/n എഴുതാം. എന്തായാലും ഇവിടുത്തെ ഈ ടൈം എന്നാ പറ്റും? ഈ ടൈം വീണ്ടും 2/n എന്ന് പറയുന്ന ഫാക്ടർ കിടക്കുന്നതുകൊണ്ട് 0ലേക്ക് ലിമിറ്റ് പോകും. പിന്നെ മിച്ചം കിടക്കുന്നത് -1/1/4 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ട് കിടക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? മിച്ചം കിടക്കുന്നത് 3 ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു പ്ലസ് -1/n എന്ന് പറഞ്ഞാൽ 3 ± 1/4 ആണ്. എന്താ -1/n നമ്മൾ n അപ്ലൈ ചെയ്യുമ്പോൾ എന്നാ കിട്ടും? 1/4 -1/4 1/4 -1/4 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലേറ്റ് ചെയ്യാൻ പോകുന്നത് സീക്വൻസ്. അപ്പൊ ഇതിന് എന്താ സീക്വൻസ് എന്താ പറ്റുന്നത്? ഒരു സബ് സീക്വൻസ് ആയിട്ട് ഇതിന്റെ സബ് സീക്വൻസ് ആയിട്ട് എന്താ കൺവേർജ് സബ് സീക്വൻസ് ആയിട്ടുള്ള ലിമിറ്റ് എന്ത് വരുള്ളൂ? 3 + 1/4 3 - 1/4 ആണ് അതിന് വരുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്തെ ഇനിയിപ്പോ ഏറ്റവും വലിയ ലിമിറ്റ് പോയിന്റ് ഏതാ, ചെറിയ ലിമിറ്റ് പോയിന്റ് ഏതാന്ന് കണ്ടുപിടിച്ചാൽ കിട്ടി. അപ്പൊ ചെറിയ ലിമിറ്റ് പോയിന്റ് ഏതാ? 3 - 1/4 ആണ്. 3 - 1/4 എന്ന് പറയുന്നത് 11/4, മറ്റേതെന്ന് പറയുന്നത് 13/4. സോ ബി ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. R2 R ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡൊമൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് വൈസ് പ്രോപ്പർട്ടി ആണെങ്കിൽ യൂണിഫോം കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഡൊമൈനും ഫംഗ്ഷന്റെയും കൂടെ ഒരുമിച്ചുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടുത്തെ ഡൊമൈന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ f(x) = x² g(x) സെക്കൻഡ് ഫംഗ്ഷൻ g(x) = sin x ആണ്. അപ്പം നമുക്കറിയാം x² എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, sin x എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഈ x² എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏതൊരു ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലെങ്കിൽ ഏതൊരു ഓപ്പൺ ഇന്റർവെൽ എടുത്താലും ബൗണ്ടഡ് ആയിട്ടുള്ള ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഫുൾ ആറിൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അപ്പൊ അതിന് നമുക്ക് സാധാരണ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പം യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? there exists sequence an and bn such that modulus of an minus bn tends to 0 as n tends to infinity, but modulus of f of an minus f of bn does not converges to 0. ഇങ്ങനെ 2 സീക്വൻസ് ഉണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്ന ഈ സീക്വൻസ് എവിടെ ആയിരിക്കണം? ഡൊമൈനിൽ നിന്നായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ഈ എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് ഇവിടെ ആദ്യമേ ഞാനൊന്ന് x² യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം. x² യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പം പ്രോഡക്റ്റിന്റെ കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ, അത് മൾട്ടിപ്ലൈ കോമ്പോസിഷൻ എടുത്തോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഇല്ല, ചോദിച്ചിട്ടില്ല. പക്ഷെ അവസാനത്തെ ഓപ്ഷൻ്റെ അകത്ത് h(x) = f(x) + g(x) ചോദിച്ചേക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ അതും കൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ f(x) = x² നോക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് പറയാം. ഞാൻ സമയം കളയുന്നില്ല. എന്നാൽ
ആദ്യമേ എക്സ് സ്ക്വയറിന് വേണ്ടി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എ എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ എടുക്കുക, ബി എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് എ എൻ മൈനസ് ബി എൻ എന്ന് പറയുന്നത് 1 റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് ഓഫ് എൻ വരും. അത് സീറോയിലേക്ക് പോകുന്ന കാണിക്കാം. പക്ഷേ എന്ത് പറ്റും? എഫ് ഓഫ് എ എൻ എഫ് ഓഫ് ബി എൻ എന്ന് പറയുന്നത് എന്ത് വരും? എൻ സ്ക്വയർ എൻ പ്ലസ് വൺ മൈനസ് എൻ 1 എന്ന് കിട്ടും അല്ലേ? ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മോഡുലസ് ഓഫ് എ എൻ മൈനസ് ബി എൻ എന്ന് പറയുന്നത് പിന്നെ ചെക്ക് ചെയ്ത് നോക്കി 1 റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് ഓഫ് എൻ എന്നും കിട്ടും. മോഡുലസ് ഓഫ് എഫ് ഓഫ് എ എൻ മൈനസ് എഫ് ഓഫ് ബി എൻ ഈക്വൽ ടു അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ യൂണിഫോമിൽ കണ്ടിന്യൂസ് അല്ലെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇനി ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ എക്സ് സ്ക്വയർ അല്ലെ? സൈൻ എക്സ് സ്ക്വയർ ആണ് നമുക്ക് എന്തൊക്കെയാണ് അടുത്ത ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷന് സൈൻ എക്സ് സ്ക്വയർ യൂണിഫോമിലി കണ്ടിന്യൂസ് ആണെന്നാണ് ചോദ്യം. അതും യൂണിഫോമിലി കണ്ടിന്യൂസ് അല്ല. സൈൻ എക്സ് സ്ക്വയർ യൂണിഫോമിലി കണ്ടിന്യൂസ് അല്ല. അതിനു വേണ്ടി എ എൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2n പൈയും ബി എൻ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2n പൈ പ്ലസ് പൈ ബൈ 2 എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? നമ്മുടെ എ എൻ മുമ്പേ കാണിച്ച പോലെ തന്നെ മോഡുലസ് ഓഫ് എ എൻ മൈനസ് ബി എൻ എന്ന് പറയുന്നത് 1 റൂട്ട് ഓഫ് 2n ബൈ പ്ലസ് റൂട്ട് ഓഫ് 2n ബൈ പ്ലസ് പൈ ബൈ 2 എന്ന് കിട്ടും. അത് സീറോ. പക്ഷേ ഇവിടുത്തെ സൈൻ എക്സ് സ്ക്വയർ എന്നാ പറ്റും? സൈൻ എക്സ് സ്ക്വയർ എന്ന് എഴുതുവാണെങ്കിൽ സൈൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ അതാണല്ലോ വേണ്ടത്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്നാ കിട്ടും? എക്സ് സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ എക്സ് അല്ലല്ലോ ഇവിടെ എ എൻ എഫ് ഓഫ് എ എൻ മൈനസ് എഫ് ഓഫ് ബി എൻ ഈക്വൽ ടു എന്നാ കിട്ടും? എഫ് ഓഫ് എ എൻ എന്ന് പറഞ്ഞാല് സൈൻ മറ്റേത് 2n ബൈ പ്ലസ് പൈ ബൈ 2. അപ്പൊ എന്നാ വരും? ശരിക്കും പറഞ്ഞ ആൻസർ എഴുതുവാണെങ്കിൽ 0 മൈനസ് 1 എന്ന് കിട്ടും. അതാണ് കിട്ടാൻ പോകുന്നത്. കാരണം 2n പൈയും മറ്റേ 2n പൈ പ്ലസ് പൈ ബൈ 2ന്റെ അപ്പം 1 കിട്ടും. അപ്പൊ നമുക്ക് എന്താ ഇതും ഇങ്ങോട്ട് പോകല, സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് സൈൻ എക്സ് സ്ക്വയറും യൂണിഫോമിലി കണ്ടിന്യൂസ് അല്ല. ഓക്കെ, അടുത്തത് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ചോദിക്കുന്നത്. ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ആണ് ചോദിച്ചേക്കുന്നത്. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്. അതും യൂണിഫോമിലി കണ്ടിന്യൂസ് അല്ല. അതിനു വേണ്ടി എ എൻ ഈക്വൽ ടു 2 പൈ എൻ പ്ലസ് 1 ബൈ എനും ബി എൻ ഈക്വൽ ടു 2 പൈ എന്നും എടുക്കുക. അപ്പൊ എന്നാ പറ്റും? എ എൻ മൈനസ് ബി എൻ സീറോയിലോട്ട് പോകും, ഉറപ്പാണ്. ഇനി നമുക്ക് മറ്റേ നോക്കാം. എന്ത്? എഫ് ഓഫ് എ മോഡുലസ് ഓഫ് എഫ് ഓഫ് എ എൻ മൈനസ് എഫ് ഓഫ് ബി എൻ എന്ത് പറ്റുമെന്ന് നോക്കാം. ഇതെന്നാ കിട്ടാൻ പോകുന്നേ എന്ന് പറഞ്ഞാല് എഫ് ഓഫ് പൈ എൻ പ്ലസ് 1 ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ 1 ബൈ എൻ അല്ലേ? പിന്നെ എന്താ? എഫ് ഓഫ് ബി എൻ. എഫ് ഓഫ് ബി എൻ എന്നതാ? എഫ് ഓഫ് ബി എൻ എന്ന് പറയുമ്പോഴത്തേനും അകത്തെന്താ വരും? അകത്തൊരു 2 പൈയും കിടക്കുക. അതുകൊണ്ട് എന്നാ പറ്റിക്കോളും? സൈൻ 0 വന്ന് 0 ആയി പോയിക്കോളും. ഇത്രയല്ലേ ഉള്ളൂ. മനസ്സിലായോ? എഫ് ഓഫ് ബി എന്ന് പറയുന്നത് 0 ആയി, ഈക്വൽ ടു 0 ആയി. കാരണം ബി എൻ ഹോൾ സ്ക്വയറിലേക്ക് പോകും. അതായത് 4 പൈ സ്ക്വയർ എൻ സ്ക്വയർ അല്ലല്ലോ, അത് ഇൻഫിനിറ്റിയിലേക്ക് പോലെ. ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇത് ഇൻഫിനിറ്റിലേക്കാണ്. പക്ഷെ അത് ചുമ്മാ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈക്വൽ ടു ഇത്. ഓക്കെ, അപ്പൊ ഇവിടം വരെ എത്തി. ഇനി നമുക്കൊന്ന് ലിമിറ്റ് നോക്കാം. അപ്പൊ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എന്നാ കിട്ടും? 2 പൈ എൻ സ്ക്വയർ 4 പൈ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് 4 പൈ സ്ക്വയർ എൻ സ്ക്വയർ പ്ലസ് 1 ബൈ എൻ സ്ക്വയർ പ്ലസ് 4 പൈ കറക്റ്റ് ആണ് സൈൻ 1 ബൈ എൻ എന്ന് കിട്ടി.
ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ എന്നാ കിട്ടും? ഫസ്റ്റ് വണ്ണം വരാൻ പോകുന്നത് ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റിയാണ്. അപ്പം ഇതിന്റെ അകത്തെ ഈ ഒരു കമ്പോണന്റ് 4π ഇൻറ്റു സൈൻ 1/n, 4π ഇൻറ്റു സൈൻ 1/n, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റിയിൽ 1/n ടെൻസ് ടു 0 ആണ്, സൈൻ 0 ആണ്. അപ്പൊ 4π ഇൻറ്റു സൈൻ 1/n ലിമിറ്റ് എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, 0 എന്ന് വരും. ഫസ്റ്റ് ഇതിന്റെ എന്ത് വരും? ഈക്വൽ ടു 0, ഈ പാർട്ട് 0 എന്ന് വരും. അടുത്തത് 1/n² ഇൻറ്റു സൈൻ 1/n. അതെന്താണ്? 1/n² ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റിയിൽ 0 ആണ്, സൈൻ 1/n 0 ആണ്, അത് എന്ത് വരും? 0 എന്ന് വരും. അപ്പൊ ഈ പോർഷൻ 0 എന്ന് വരും. പിന്നെ മിച്ചം കിടക്കുന്നത് 4π² n² 4π² n² ഇൻറ്റു സൈൻ 1/n ആണ് മിച്ചം കിടക്കുന്നത്. ഇതിന്റെ ലിമിറ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ n² ഇൻഫിനിറ്റിയിലേക്ക് പോകും, സൈൻ 1/n 0യിലേക്കും പോകും. അപ്പം ഇതിനെ നമുക്ക് 4π² ഇൻറ്റു n ഇൻറ്റു സൈൻ 1/n ഇൻറ്റു ഡിവൈഡ് ബൈ 1/n എന്ന് എഴുതാം. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇതിനെ നമുക്ക് 4π² ഇൻറ്റു n ഇൻറ്റു സൈൻ 1/n ബൈ എന്ന് എഴുതാം. ഈ ഒരു പോർഷൻ എന്താ? ഈ ഒരു പോർഷൻ n ടെൻസിൽ 1 വരും. പിന്നെ മിച്ചം കിടക്കുന്നത് എന്താ? ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആയിട്ട് അപ്പൊ മാറി. അതിന്റെ അർത്ഥം എന്താണ്? ബൗണ്ടഡ് സീക്വൻസ് ആണ്, ഇത് ഇൻഫിനിറ്റിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് മൊത്തത്തെ എങ്ങോട്ട് പൊക്കോളും? ഇത് ഇൻഫിനിറ്റിലേക്ക് പോകും. അപ്പൊ നമ്മുടെ x² സൈൻ 1/x എന്താണ്? യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് വൺ ഇതായിരുന്നു g ഓഫ് f of x, അത് നമ്മൾ അല്ലെന്ന് പ്രൂവ് ചെയ്തായിരുന്നു. f of x ഇൻറ്റു g of x and f of x, അത് x², അതുമല്ല. എയും ബിയും അല്ല. ഇനി ലാസ്റ്റ് വൺ h of x, ഈക്വൽ ടു ലാസ്റ്റ് അല്ല, തേർഡ് വൺ f of g of x എന്ന് പറഞ്ഞ sin² x അല്ലേ? sin² x യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. sin² x f of x ഈക്വൽ ടു sin² x ആണ്. അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആവാൻ കാരണം എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് sin² x മൈനസ് sin² y is less than or equal to modulus of sin x minus sin y. Modulus of sin x minus sin y. I always hold in, sir. ഓക്കെ, ഞാൻ ഇച്ചിരി ഒരു നല്ല റിസൾട്ട് പറയാം. ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഡെറിവേറ്റീവ് ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും, അപ്പൊ നമുക്ക് ബൗണ്ടഡ് വേരിയേഷൻ ആയിരിക്കും. അങ്ങനെ കുറെ റിസൾട്ട് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 sin² x അല്ലേ? അപ്പൊ 2 sin x cos x ആണ്. ഡെറിവേറ്റീവ് 2 വരും, +2 ആണ്. അപ്പം ചില കേസിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന റിസൾട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബൗണ്ടറി വേരിയേഷൻ ആണോ, യൂണിഫോംലി ആണോ, ലിക്വിഡ് ആണോ എന്നെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തായി? നമ്മുടെ sin² x എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഇനി ഏതാ ഉള്ളേ? ലാസ്റ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ അത് x² പ്ലസ് sin x ആണ്. ആണ്. കാരണം അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് x² പ്ലസ് sin x യൂണിഫോംലി കണ്ടിന്യൂസ് ആവാത്തതിന് കാരണം എന്താണ്? x² നമുക്ക് കാരണം എഫ് ഈക്വൽ ടു ഇവിടെ എന്താ അല്ലെ, എഫ് അല്ല, h ഈക്വൽ ടു എഫ് പ്ലസ് ജി ആണ്. അപ്പൊ ശരിക്കും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ പറയുവാണെങ്കിൽ ഈ കളക്ഷൻ ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, കളക്ഷൻ ഓഫ് ഓൾ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇതെല്ലാം എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്. ഇതൊക്കെ ഒരു വെക്ടർ സ്പേസ് ആയിട്ട് നമ്മൾ കാണണം. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ എഫും ജിയും നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ h ഈക്വൽ ടു എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ആരായിരുന്നു അല്ലാതിരുന്നത്? എഫ് ആയിരുന്നു. അപ്പൊ നമുക്ക് എഫിനെ എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു h മൈനസ് ജി എന്ന് പറയുന്നത് എന്തായി പോയേനെ? യൂണിഫോംലി കണ്ടിന്യൂസ് ആയി പോയേനെ. അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇച്ചിരി ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സം ഓഫ് 2 യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ വീണ്ടും കണ്ടിന്യൂസ് ആണ്. ഒരു സ്കെയിലാർ വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അതൊക്കെയാണ്. അപ്പൊ നമ്മൾ അതിന് ശരിക്കും എന്താ, അതൊരു വെക്ടർ സ്പേസ് അല്ലേ? ആൽഫ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ h ഈക്വൽ ടു എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ x² പ്ലസ് sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? x² യൂണിഫോംലി കണ്ടിന്യൂസ് ആയി പോയേനെ. പക്ഷെ അത് അല്ലാത്തതുകൊണ്ടാണ് ആ അവസാനത്തെ ഓപ്ഷൻ തെറ്റാൻ കാരണം. ഓക്കെ, അപ്പൊ സി ആണ് ശരി, ബാക്കിയെല്ലാം തെറ്റാ. ഓക്കെ, അടുത്തത് സമയം. ഓക്കെ, ലാസ്റ്റ്
അല്ല അല്ല, അടുത്തത് S1 S2 രണ്ട് സീരീസ് അല്ലെ, രണ്ട് സീരീസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. S1 S2 വാല്യൂ വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും S1 S2 കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. ഓക്കെ, അപ്പം എന്താ നമ്മൾ നോക്കുക. നമുക്കിപ്പോ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്താ, ഒന്നെങ്കിൽ നമ്മുടെ ജോമെട്രിക് സീരീസ്, ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്, പിന്നെ നമുക്ക് അങ്ങനെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുന്ന സമ്മിന്റെ വാല്യൂ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചെണ്ണേ ഉള്ളൂ. ജോമെട്രിക് സീരീസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക്സ് സീരീസ്. പിന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് പവർ സീരീസുകളുണ്ട്. സീരീസ്, സൈൻ എക്സ്, കോസ് എക്സ്, ലോഗ് 1 സീരീസ്, ലോഗരിതമിക് സീരീസ്, എക്സ്പോണൻഷ്യൽ സീരീസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം? ലോഗരിതമിക് സീരീസ് ആയിരിക്കും സർ. അങ്ങനെ വരാണ്. ലോഗ് എക്സ് അതാ എന്താ ലോഗ് ഉണ്ട്, ഇറേസ്റ്റ് ഉണ്ട്. ലോഗരിതമിക്കാന്ന് തോന്നാൻ കാരണം നമുക്ക് ലോഗരിതമിന് ഒരു സംശയം, ഒരു തോന്നാന്. ബാക്കി നമുക്ക് അറിയാം ഇറേസ്റ്റ് എക്സ്, സൈൻ എക്സ്, കോസ് എക്സിന്റെ അകത്തല്ല ഫാക്ടോറിയൽ സാധനം വരുന്നത്. ലോഗ് 1 + x എന്തായിരുന്നു? ലോഗ് 1 + x = x - x²/2 2 + x³/3 - x⁴/4. അങ്ങനെ അങ്ങ് പോവാ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് S1 നോക്കാം. S1 എന്താ പറയുന്നത്? ഒരു 1/3 കണ്ടോ? 1/3 പവറുകളാണ് ഇടയ്ക്കോടെ എല്ലാം വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് ഒരു 1 - 1/2, 1/3 - 1/4, അങ്ങനെ അങ്ങനെ ഇവിടെ കണ്ട പോലെ തന്നെ. ശരിക്കും എന്താ അത് ഇതെന്ന് പറയുന്നത്? S1 = log 1 + 1/3 3 അല്ലേ? പവർ നോക്കിക്കേ, 1/3, 1/3² 1/3³ അല്ലേ? എക്സിന് അപ്പൊ എന്താ കൊടുക്കണ്ടേ? എക്സിന് 1/3 കൊടുക്കണ്ടേ അല്ലേ? അപ്പം S1 എന്ന് പറയുന്നത് log 1 + 1/3. അപ്പൊ അടുത്ത ഇനി നോക്കാം. അടുത്ത എന്താണ്? 1/4 - 1/2 + 1/4² + 1/3. അപ്പൊ അതെന്താണ്? S2 എന്ന് പറഞ്ഞ എന്താ? S2 എന്ന് പറയുന്നത് log 1 + 1/4 ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? S1 = S2 ആണോ? അല്ല, ലോഗ് എന്നൊക്കെ പറയുന്നത് 1 ഫംഗ്ഷനാണ്. അപ്പം S1 = S2 അല്ല. S1 + S2 = 0 ആണോ? S1 + S2 = നമുക്ക് 3S1. ഇതെന്ന് പറഞ്ഞാല് 3S1 = 4S2 ആണോ? 3S1 ഇത് പറഞ്ഞാൽ 3S1 = 3 അതങ്ങ് പോയിട്ട് 3 1 + 1/3. എലമെന്റ് പോയാൽ പോരെ സാർ? ആ എലമെന്റ് അങ്ങ് പോയാൽ പോരെ? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാ എലമെന്റും ക്യാൻസൽ ചെയ്ത് കിട്ടും. 3 വെച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പവർ പിന്നെയും കിടക്കുവാണല്ലോ. മനസ്സിലായി സാർ. 3 സാർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. log ചെയ്ത് ഹോൾ റൈസ് ടു പവറിൽ എത്തിക്കുന്നല്ലേ? അപ്പം 3S1 = അപ്പം 3 1 + 1/3 എന്ന് വെച്ചാൽ എന്താണ്? 3 4/3 അല്ലേ? 4/3. എനിക്ക് തോന്നുന്നു അത് ആഡ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു സാർ. S1 log 4/3. അതെ, അതുപോലെ എഴുതിയത്. ഇതാണ് 3S1. ഇനി 4S2 4S2 എന്ന് പറയുന്നത് 4S2 അത് പറഞ്ഞ എന്താ? 5 log 5/4 log 5/4 ആണ്. രണ്ടുപേരും സെയിം ഒന്നും അല്ല. ഓക്കെ, പിന്നെ 4S1 = 3S2 ആണോ എന്ന്. അപ്പൊ 4S1 എന്ന് പറഞ്ഞപ്പോ എന്ത് വരും? S1 + S2 = 0 ആയി. 4S1 എന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പത്തെ പോലെ നമുക്ക് പെട്ടെന്ന് പറയാമല്ലോ. 4S1 എന്ന് പറഞ്ഞാൽ log 4/3 raised to 4 അല്ലേ? അതെ 4S1. ഓക്കെ, അപ്പൊ 3S2 എന്ന് പറഞ്ഞാല് log 5/4 raised to 3 5/2. അപ്പൊ അവർ രണ്ടും അതും സെയിം ആകത്തില്ല. കാരണം 4/3 raised to 4 മറ്റേ 5/4 raised to 3 അതിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് 5 ഉണ്ട്, മറ്റേ അകത്ത് 3 ഉണ്ട്. അതിൽ ഒരിക്കലും ആകത്തില്ല. ഓക്കെ, ഇനി S1 + S2 = 0 എന്ന് വെച്ചാൽ S1 - S2 ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. S1 -S2 ആണോ? -S2 ആവാൻ വഴിയുണ്ടോ? സമ്മേഷൻ എടുത്താൽ മതി. നെഗറ്റീവ് പവർ എടുക്കുമ്പോഴത്തേക്കും അത് കിട്ടും സാർ. -raised to എടുക്കുമ്പോൾ തിരിച്ചു വരുമല്ലോ. S1 + S2 = എന്തായിരുന്നു?
log 1 plus 3 അപ്പോൾ 1 plus 1/3 1 plus 1/3 അതിനെ നമുക്ക് മറ്റേ പോലെ എഴുതാൻ മതിയല്ലോ, log 4/3 log 5/4 അല്ലേ? അതെ ലോഗ് 4/3 പ്ലസ് log 5/4. ഓക്കെ, S1 പ്ലസ് S2 അല്ലേ ചോദിച്ചേക്കുന്നത്? അതെ. അപ്പൊ ഇതെന്ത് വരും? log of AB എന്ന് എഴുതാല്ലേ? log 4/3 5/4 അല്ലേ? log x 5/3 is equal to log 5/3. അപ്പൊ S1 പ്ലസ് S2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഒന്നും അല്ലല്ലോ. ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ശരിയായിട്ട് ഒരു ഓപ്ഷനിലും കിട്ടിയില്ലല്ലോ. അപ്പം ഓപ്ഷൻസിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കും. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഞാൻ നോക്കിയില്ലായിരുന്നു. നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. 3S1 = 4S2 അല്ല. ഫൈനലി ഓപ്ഷനകത്ത് S1 = -S2. പക്ഷെ അതിനകത്ത് ആൻസർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രാവശ്യം. അതെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതാണ്, പക്ഷെ ഇതിനകത്ത് ഒരു ഓപ്ഷനും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും നോക്കാം സാർ. ആ log 1 plus x ഒക്കെ എടുത്ത കറക്റ്റ് ആണോ, അതോ -4/3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടാൻ പറ്റുമെന്നുള്ളതുണ്ടോ? 4/3 log 1 plus x 1 minus x plus x². log 1 plus x ആ 1/2 അവിടെ കിടപ്പില്ലേ? അത് പവർ എഴുതി എനിക്ക് ഒന്ന് ശരിയാണോ സാർ? കാരണം log 1 plus x എഴുതി കഴിഞ്ഞാൽ തെറ്റല്ലേ കിട്ടേണ്ടത്? x minus x 1/x² അല്ലേ കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, അന്നേരം കറക്റ്റ് ആണോ അത്? അതിന്റെ 1/3² കറക്റ്റ് ആണോ? കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. എക്സിന് നമ്മള് 1/3 1/4 ഇട്ട് കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. 1/4 അതെ, വ്യത്യാസമൊന്നുമില്ല. അതെ അത് കറക്റ്റ് ആണ് സാറ്. ഫാക്ടേഴ്സ് ആക്കാതെ അതിനങ്ങനെ തന്നെ എഴുതണോ? 1 plus 1/3 എന്ന് എഴുതിയാലും അതിൽ നിന്ന് എനിക്ക് ഒന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. 3s അല്ല, അതിൽ നിന്ന് കിട്ടണമെങ്കിൽ മറ്റേന്ന് കിട്ടണമായിരുന്നു. നമ്മൾ ചെയ്തതിന്റെ അകത്ത് വേറെ ഒരു ആൻസർ അല്ല ഇവിടെ കിട്ടിയത്. ചിലപ്പോ ഓപ്ഷൻസിന്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം, ക്വസ്റ്റ്യൻ തന്നതിന്റെ കുഴപ്പമായിരിക്കും. ഏതെങ്കിലും പറഞ്ഞാൽ ഈ നോട്ട് ഈക്വൽ ടു ആയ പ്രശ്നം തീർന്നില്ലേ സാറേ? അത് ഇത് രണ്ടും ഒന്നാണ് സാറിന് നോക്കിയ 4. ഇനി മൈനസ് എങ്ങാനും ഉണ്ടോ ഫസ്റ്റും സെക്കൻഡും ഓപ്ഷനകത്ത് ഏതെങ്കിലും? എനിക്കറിയില്ല, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് എനിക്ക് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ടല്ല ഞാൻ പറയാം. അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞേക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ കൗണ്ടബിൾ. അപ്പം ഫസ്റ്റ് എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റാഷണൽ കോഎഫിഷ്യൻസ്, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഹാവിംഗ് റാഷണൽ റൂട്ട്സ്, set of all 2x2 real matrices with the rational eigenvalues, set of all real matrices whose row echelon form has rational entries. Okay, so ഒന്നാമത്തെ A നോക്കാം. A എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റാഷണൽ കോഎഫിഷ്യൻസ്. അപ്പം എല്ലാ പോളിനോമിയൽസും വേണം, എല്ലാ ഡിഗ്രി പോളിനോമിയൽസും വേണം. അപ്പൊ ഞാൻ അതിനെ നമുക്ക് എഴുതാന് P = യൂണിയൻ n = 1 to infinity Pn എന്ന് എഴുതുന്നു. Pn എന്താണ്? Pn is the Vn = an x raised to n plus an minus 1 x raised to n plus etc. a0 where ai belongs to q. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധനം മുഴുവൻ അതായി. ഇതാണ് ആ പറഞ്ഞ P. ഒന്നാമത്തെ സെറ്റ് പറഞ്ഞ P ആണ് ഇത്. ഓക്കെ, അപ്പം നമ്മുടെ Pn എന്താണ്? ഈ Pn ന്റെ കാർഡിനാലിറ്റി എന്താ? കാർഡിനാലിറ്റി ഓഫ് Pn ഈസ് ഈക്വൽ ടു എന്ത് വരും? n ഡിഗ്രി പോളിനോമിയലാണ്. അപ്പം ai എന്ന് പറയുന്നത് മുഴുവൻ റാഷണലിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പൊ എവിടെ എന്നാ കിട്ടും? q ക്രോസ് എക്സെട്ര ക്രോസ് q n ടൈംസ്. ഇതാണ് കാർഡിനാലിറ്റി ഓഫ് Pn. റാഷണൽസ് മുഴുവൻ അതല്ല, ആ ഒരു n2 പ്ലസ് q ക്രോസ് q n2 പ്ലസിനോട് ഇക്വലന്റ് ആണ് ഈ Pn. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൈറ്റ് പ്രോഡക്റ്റ് ഓഫ് കൗണ്ടബിൾ സെറ്റ് ആണ്. അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ക്യൂവിനോട് തന്നെ ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ കൗണ്ടബിൾ ആണ് നമുക്ക് പറയാം. പിന്നെ അടുത്തപ്പോ ഇപ്പൊ P എന്താ? P എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് എന്താ? കൗണ്ടബിൾ, യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് P എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ അലഫ്നൽ, അല്ലെങ്കിൽ നമുക്ക് P എന്ന് പറയുന്നത് എന്തിനോട് ഇക്വലന്റ് ആണ്? P എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിനോടോ അല്ലെങ്കിൽ ക്യൂവിനോടോ എന്താണ് ഇക്വലന്റ് പറയാം. കൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ A എന്ന് പറഞ്ഞ് ശരിയാണ്. ഇത് പെട്ടെന്ന് കിട്ടുമായിരുന്നു. അടുത്തത് ബി, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഹാവിംഗ് റാഷണൽ റൂട്ട്സ്. റിയൽ എന്ന് വെച്ചാൽ
സോറി ടു ഇന്ററപ്റ്റ് യു സർ. സാറ് നമ്മളെ എഴുതിയതിനകത്തെ ലോഗ് 1+x എക്സ്പാൻഷൻ അല്ല, ലോഗ് 1-x എക്സ്പാൻഷൻ അല്ലേ? 1+x എക്സ്പാൻഷൻ മാറ്റമല്ലേ? ആണോ? ലോഗ് 1-x ആകുമ്പോഴാണ് ആ മൈനസ് എല്ലാത്തിലും വരുന്നത്. അന്നേരം അത് വെച്ചിട്ടാണ് എക്സിന് 1/4 കൊടുക്കുമ്പോൾ ലോഗ് 1-1/4 എന്ന് എഴുതിയിട്ട് നമുക്ക് എല്ലാത്തിനും നെഗറ്റീവിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് ലോഗ് 1-x ആയിരുന്നു വേണ്ടത്. ഇത് ഈ എക്സ്പാൻഷൻ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലോഗ്. സാർ അതായത് ഇപ്പൊ ലോഗ് 1+1/3 എന്ന് എഴുതുമ്പോഴത്തേക്കിന് നമുക്കത് S1 കിട്ടും. അത് S1 എന്ന് പറയുന്നത് ലോഗ് 4/3 കിട്ടുമല്ലോ സാർ. ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ലോഗ് 1+x ഈക്വൽ ടു ലോഗ് 1-x എല്ലാത്തിനും മൈനസ് വരും സാർ. ലോഗ് 1-x എല്ലാം വരും. എല്ലാത്തിനും മൈനസ് വരും. മൈനസ് ഇനി കോമൺ എടുക്കാല്ലേ. ലോഗ് 1+x അതായത് ലോഗ് 1+1/3 ഈക്വൽ ടു S1 കിട്ടും സാർ. സാർ S1 ഈക്വൽ ടു ലോഗ് 1+1/3 അത് കറക്റ്റ് ആണ്. അതായത് S1 ഈക്വൽ രണ്ടാമത്തത് നമുക്ക് ലോഗ് 1-x നമുക്ക് നെഗറ്റീവിലേക്ക് കൊണ്ടുവരാം സാർ. അതായത് മൈനസ് ഓഫ് നമുക്ക് S2 ആക്കി മാറ്റാൻ പറ്റും. അതായത് ലോഗ് ഓഫ് 3/4 ഈക്വൽ ടു -S2 എന്ന് എഴുതാൻ പറ്റും സാർ. അതായത് ലോഗ് ഓഫ് 1-1/4 നമുക്ക് ഇതിനെ നെഗറ്റീവ് കൊണ്ടുവച്ചിട്ട് ഈ പറയുന്ന ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അന്നേരം അതിന് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. S2 ഫുള്ള് പ്ലസ് ആയിട്ടായിരുന്നു ഉള്ളത് അതിന്റെ അകത്ത്. S2 ഇങ്ങനെ അതെ കംപ്ലീറ്റ് ആഡിഷൻ ആണ് സാർ. അതിനകത്ത് ഈ ഓൾട്ടർനേറ്റീവ് നെഗറ്റീവ് അതെ പ്രശ്നമുണ്ടോ? ഇല്ല, ചെയ്ത കറക്റ്റ് ആണ് സാർ, ചെയ്ത കറക്റ്റ് ആണ്. രണ്ടാമത്തെ S2 എന്ന് പറയുന്നത് 1/4 + 1/4 ഇവിടെ ഈ എല്ലാം പ്ലസ് ആയിരുന്നു. അതെ അന്നേരം അവിടെ മൈനസ് ചെയ്തെടുത്തോളൂ സാർ. നമുക്ക് നെഗറ്റീവ് അല്ലേ? എനിക്കറിഞ്ഞൂടാ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിയത്. എനിക്ക് സംഭവം മനസ്സിലായല്ലോ. നമ്മൾ ഇതാണ് മെത്തേഡ് മനസ്സിലാക്കിയിരുന്നാൽ മതി, ബാക്കി കുഴപ്പമില്ല. അന്നേരം അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്ന S1 ഈക്വൽ ടു S2. ബി സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യന്റ് ആയിരിക്കണം, പക്ഷെ കിട്ടാൻ പോകുന്നതല്ല റാഷണൽ റൂട്ട്സ് ആയിരിക്കണം. അതിന്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? കൗണ്ടബിൾ ആണോ? അൺകൗണ്ടബിൾ ആയിരിക്കും. അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ P(x) ഈക്വൽ ടു AX മൈനസ് A. ഇതൊരു 1 ഡിഗ്രി പോളിനോമിയൽ ആണ്. A എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും A എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം അല്ലെ? പക്ഷെ ഇതിന്റെ റൂട്ട് എന്താ? 1 ഡിഗ്രി പോളിനോമിയൽ. എക്സ് എന്താ? P(x) റൂട്ട് എന്തേ ഉള്ളൂ? X = 1. ഈ പോളിനോമിയൽ ഇത് ഞാൻ ഇത് ഏത് പോളിനോമിയൽ എടുത്താലും ഞാൻ എന്ത് റിയൽ നമ്പർ കൊടുത്താലും ഇറാഷണൽ ആയപ്പോലും ഇപ്പൊ √2x - √2 എന്ന് പറയുന്ന ഇറാഷണൽ പോളിനോമിയൽ എടുത്താൽ പോലും അതിന്റെ റൂട്ട്സ് എന്താ വരുള്ളൂ? റാഷണലേ വരുള്ളൂ. അപ്പൊ എന്ത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. അപ്പൊ ഇതൊരു എന്താണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന കളക്ഷൻ്റെ അകത്ത് വരും, ബിക്കകത്ത് വരും. അപ്പൊ അതെന്താണ്? ഒരു അൺകൗണ്ടബിൾ കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് അവിടെ കിട്ടും നമുക്ക്, റാഷണൽ റൂട്ട്സ് ഉള്ളത്. അപ്പം ഇത് ഓപ്ഷൻ ബി തെറ്റാണ്. ഇത് ഓപ്ഷൻ സി സെറ്റ് ഓഫ് ഓൾ 2/2 റിയൽ മെട്രിക്സസ് വിത്ത് റാഷണൽ ഏഗൻ വാല്യൂ. റാഷണൽ 2/2 മെട്രിക്സസ് ആയിരിക്കണം, ഏഗൻ വാല്യൂ റാഷണൽ ആയിരിക്കും. അതും അൺകൗണ്ടബിൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഡയഗണൽ എൻട്രികൾ വന്നതിന് ശേഷം ഓഫ് ഡയഗണലിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് എഴുതാം. അതെ എന്ന് വെച്ചാൽ നമ്മളിപ്പം 1 2 പിന്നെ ഒരു ഇവിടെ 0 ഈ ടൈപ്പ് മെട്രിക്സ് എടുക്കുക. 1 2 0 ഇത് ട്രയാംഗുലർ മെട്രിക്സ് ആണ്. ഇതിന്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 1 2 ആണ്. ഏത് റിയൽ നമ്പർ വന്നാലും അതിനൊരു മാറ്റവും ഇല്ല. അപ്പൊ ഈ മെട്രിക്സുകൾക്ക് എല്ലാവർക്കും എന്താണ്? റിയൽ റാഷണൽ ഏഗൻ വാല്യൂസ് ആണ്. ഇന്റിജേഴ്സ് വരെയാണ്, അത്രയും വരെ ഉണ്ട്. പക്ഷെ എന്താണ്? ഇതൊരു അൺകൗണ്ടബിൾ കളക്ഷൻ ആണ്. എന്ത് റിയൽ നമ്പർ ഓപ്ഷൻ സി എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് സെറ്റ് ഓഫ് ഓൾ റിയൽ മെട്രിസസ് ഹൂസ് റോ എക്ലോൺ ഫോം ഹാസ് റാഷണൽ എൻട്രീസ്. റോ എക്ലോൺ ഫോമിലോട്ട് മാറ്റുമ്പോൾ റാഷണൽ എൻട്രീസ് കാണണം. റിയൽ മെട്രിക്സ് ആവാം, പക്ഷെ റോ എക്ലോണിലോട്ട് മാറ്റുമ്പോൾ അത് റാഷണൽ എൻട്രീസ് ആയിരിക്കും. ഓക്കെ, അത് ഇതുപോലെ തന്നെ വലിയ ഒന്നുമില്ല. നമ്മളിപ്പോ എന്ത് ചെയ്താൽ മതി? ഒരു A 0 1 അല്ലെങ്കിൽ A 0 1 ഈ മെട്രിക്സ് എടുക്കും. A belongs to R എടുക്കും. അപ്പം എന്താണ്? A എന്ത് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ കാണിക്കോട്ടെ. ഇതിനെ റോ എക്ലോൺ ഫോമിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ റോ എക്ലോൺ ഫോം എന്താ?
എ വെച്ച് ഡിവൈഡ് ചെയ്യുക ഫസ്റ്റ് റോയിന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 0 0 1 എന്ന് കിട്ടും. സീറോ ഇക്വൽ ഫോമിന്റെ അകത്ത് റാഷണൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ √2 ആയിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിന്റെ ഇക്വൽ ഫോം ഇതാണ്. അപ്പൊ ഈ ഒരു കളക്ഷൻ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. ഓപ്ഷൻ ബി ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു കൗണ്ടബിൾ. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇവനെ വിളിച്ചപ്പോൾ എന്തോ പറഞ്ഞ് അടുത്തൊരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഗാമ ഓറിയന്റഡ് സർക്കിൾ മോഡുലസ് ഓഫ് ഫിസിക്കൽ 3/2 എന്ന് പറയുന്ന സർക്കിൾ ഗാമ തന്നിട്ടുണ്ട്. പിന്നെ 3/2 ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എനിക്ക് സെയിം ഇഷ്യൂ. അങ്ങനെ ഞാനിത് റീലോഡ് ചെയ്ത് അങ്ങനെ ഇത് വന്നു. നമ്മളോട് ചോദിച്ചേക്കുന്നത് സി മോഡുലസ് ഓഫ് സി സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇന്റഗ്രൽ ഓവർ ഗാമ ടു ഇ റേസ് ടു ഐ പൈ ഇസഡ് ബൈ 1.5 മുകളിൽ അപ്പർ പ്ലെയിനിലും ലോവറിലും സാർ എക്സാക്ട്ലി അല്ല ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ ഇത്ര മതിയല്ലോ. ബാക്കി അവിടെ കാണാം. മറ്റേ ഇഷ്യൂസ് ആയിരുന്നല്ലോ. അപ്പൊ എക്സാമേ കിട്ടുന്നില്ല. ആയിക്കോട്ടെ എന്നാ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്നാ വേണ്ടേ? നമ്മളോട് ചോദിച്ചേക്കുന്നേ മോഡുലസ് ഓഫ് സി സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ഉപയോഗിക്കണ്ടേ. നമുക്ക് റെസിഡ്യൂ തിയറ 1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ റെസിഡ്യൂസ് സമ്മേഷൻ എൻ ഗാമ ഓഫ് എ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് എ. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ ഓറിയന്റഡ് സിംഗിൾ സർക്കിൾ ആയതുകൊണ്ട് എൻ ഗാമ ഓഫ് എ ഒക്കെ 1 ആയി മാറിക്കോളും. വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0, അതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതൊക്കെ എളുപ്പമായി. പിന്നെ നമുക്ക് ഇവിടെ എഫ് ഓഫ് ഇസഡിന്റെ പോൾ എന്തൊക്കെയാ? പോൾ എന്ന് പറയുന്നത് 2 പോളേ ഉള്ളൂ. ഒന്ന് ഇസഡ് ഈക്വൽ ടു 1 ഉം രണ്ടാമത്തെ 2i. ഈ പറഞ്ഞതിന്റെ അകത്ത് സർക്കിളിന്റെ അകത്ത് വരുന്ന ആരേ ഉള്ളൂ? 1 ഉള്ളൂ. ഇവിടെ 1 വരും. 2y എന്ന് പറയുന്നത് ഇവിടെ മേലായിട്ട് 1.5 അല്ലേ? 1.5 ആ. അപ്പൊ 2y എന്ന് പറയുന്നത് ഇവിടെ 2y വരും. അപ്പൊ അതിന് നമുക്ക് ബാധിക്കുന്ന കാര്യമില്ല. സർക്കിളിന്റെ അകത്തെ റെസിഡ്യൂസ് നോക്കിയാൽ മതി. അപ്പൊ എന്ത് വരും? ഇതൊന്നും ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാം. റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് എവിടെ വേണം? 1 അപ്പൊ എന്ത് വരും? ഇസിക്കൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഇസഡ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് z which is equal to limit z tends to 1 e raised to I pi that divided by 1 minus 2a the whole square. Okay, ഇങ്ങനെ വന്നു. അപ്പം ഇതിൻ്റെ അകത്ത് z tends to 1 അപ്പൊ z equal to 1 അങ്ങ് കൊടുത്തേച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താ വരും? is equal to e raised to I pi എന്ന് പറഞ്ഞാൽ -1 divided by 1 minus 2i the whole square എന്ന് കിട്ടും. ടെസ്റ്റ് കോസ് എന്ന് പറഞ്ഞ കോസ് ഉണ്ടാക്കി -1 divided by 1 minus 2i whole square അല്ലേ? എക്സാം എവിടെ വരുന്നത് പ്രീമിയത്തിൽ divided by 1 minus 2i the whole square ആണ്. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളോട് നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് എന്താ? ഇതെന്ന് പറയുന്നത് 1/2πi. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച സാധനം 1/2πi ഇന്റഗ്രൽ ഓഫ് ഗാമ എഫ് ഓഫ് എസ് ഡി എസ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് സിയുടെ വാല്യൂ എന്ത് കിട്ടി അല്ലേ? സിയുടെ വാല്യൂ ആണ് ഇത്. അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു സാർ. അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2π എഴുതിയില്ലെന്നേ ഉള്ളൂ സാർ. ഫോമിൽ എഴുതിയപ്പോഴത്തേക്കിനെ അത് വിട്ട് എഴുതി അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതിന്റെ അകത്തുനിന്ന് ഈ ഒരു ഡെഫിനിഷന്റെ അകത്തുനിന്ന് സി ഈക്വൽ എന്നതല്ല, സി ഈക്വൽ ടു 1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണ് അല്ലേ? അപ്പൊ സി നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്താ? സി തന്നെയാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതെ. ആ 2π അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയില്ലെന്നില്ല. 2πi അവിടെ ഓൾറെഡി ഉണ്ട്. സി എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂ ആണ് മൈനസ്. ഓക്കെ, അപ്പൊ ഇതിന് സി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മോഡുലസ് ഓഫ് സി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതെന്താണ്? 1 - 1 divided by 1 minus 2y all square. ഓക്കെ, അപ്പം 1/√5 എനിക്ക് തോന്നുന്നത് 1/5 ആയിരുന്നു. 1/5 കറക്റ്റ് ആണ് സാർ. മോഡുലസ് എടുക്കുമ്പോൾ വീണ്ടും റൂട്ട് ഉണ്ടല്ലോ. ആ സ്ക്വയർ റൂട്ട് ആണല്ലോ മോഡുലസ് എന്ന് പറയുന്ന. സ്ക്വയർ റൂട്ട് ആണല്ലോ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ വരുന്നത്. വീണ്ടും അതിനൊരു സ്ക്വയർ ഉണ്ടല്ലോ. അന്നേരം √5 സ്ക്വയർ അത് 5. 1 minus 2y the whole square അല്ലേ? 1 minus 2y whole square എന്ന് പറയുമ്പോൾ മോഡുലസ് ഇല്ല സാർ. മോഡുലസ് ആവുമ്പോഴത്തേക്കും സ്ക്വയർ റൂട്ട് അതിന്റെ സ്ക്വയർ ഇല്ല. അന്നേരം റിയലിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറിയുടെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ സ്ക്വയർ എടുത്താൽ മതി സാർ. അത് സ്ക്വയർ കൊടുത്താൽ മതി. അന്നേരം 1/1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ വരുന്നത്.
അതിന്റെ റൂട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ വരും. ഞാൻ ആരും കംപ്ലൈന്റ് പറയാത്തപ്പോ ഞാൻ വിചാരിച്ചു അല്ലേ. പ്രശ്നമാണ്. പക്ഷേ See. കുറെ ആൾ 1/5 correct ആണ് sir. ഓക്കെ, അടുത്തത് ഡി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഓപ്പൺ യൂണിറ്റ് ഡിസ്ക് സെറ്റ് ഓഫ് ഓൾ ഇസഡ് സച്ച് എ മോഡുലസ് ഓഫ് ഇസഡ് ലെസ് ദാൻ 1 ആണ്. O of D എന്ന് പറയുന്നത് സ്പേസ് ഓഫ് ഓൾ ഹോളോമോർഫിക്, അതായത് നമ്മുടെ അനലിറ്റിക്കൽ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ഡി ആണ് തന്നേക്കുന്നത്. നമുക്ക് 2 സെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. എയും ബി എവിടെ നിന്നാണ്? എയും ബിയും നമ്മുടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന O of D, OD അതിന്റെ സബ്സെറ്റുകളാണ്. അപ്പം എഫ് എങ്ങനെ, അതിനകത്ത് എ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഹോളോമോർഫിക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ യൂണിറ്റ് സർക്കിൾ യൂണിറ്റ് ഡിസ്ക് സച്ച് ദാറ്റ് ഒന്നാം എന്താണ് എഫ് ഓഫ് 1/n equal to e raised to 1/e raised to n if n even. അടുത്തത് 0 എന്താ അതർവൈസ്. ഇതാണ് എയിലുള്ള ഹോളോമോർഫിക് ഫംഗ്ഷൻസിന്റെ പ്രത്യേകത. എന്താണ്? n ഈവൻ ആവുമ്പോ എഫ് ഓഫ് 1/n എന്ന് പറയുന്നത് e raised to അതിലൊന്നും കാര്യമില്ല കേട്ടോ. ഇവിടെ എന്റെ ഇൻഫിനിറ്റ് സെറ്റ് ഈവന് ഓടാനും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ഇ റേസ് ടു മൈനസ് അല്ലായിരുന്നു. അതെ, 1/e raised to n പിന്നെ 0 ഓക്കെ. അപ്പൊ നമുക്ക് n ഈവൻ ആവുമ്പോ മുഴുവൻ 1/e raised to n എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ n ഈവൻ ആവുമ്പോ നമ്മൾ ഇന്നലെ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ റിസൾട്ട് പറഞ്ഞായിരുന്നു. ഒരു 2 ഹോളോമോർഫിക് ഫംഗ്ഷൻ എഫും ജിയും എഫ് ഈക്വൽ ടു ജി നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് ഇവിടെ ഉപയോഗിക്കേണ്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ എഫും ജിയും ഹോളോമോർഫിക് ആണ് ആൻഡ് എഫ് ഈക്വൽ ടു ജി ഓൺ എ സെറ്റ് എ അല്ലെങ്കിൽ ഇവിടെ എന്താ വേണ്ട ഓൺ എ സെറ്റ് എസ് ആൻഡ് എസ് ഹാസ് എ ലിമിറ്റ് പോയിന്റ് then f equal to g on c. ഈ റിസൾട്ട് ആണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ. അപ്പൊ എഫും ജിയും 2 ഹോളോമോർഫിക് ഫംഗ്ഷൻ ആണ്. എഫും ജിയും എവിടെ ഏതോ ഒരു സിയുടെ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിന്റെ ഏതോ ഒരു സബ്സെറ്റില് എന്താണ് ഈക്വൽ ആണ്. ആ സെറ്റിന് എന്താ ഒരു ലിമിറ്റ് പോയിന്റും ഉണ്ട് എങ്കിൽ അവർ ആ ഫുൾ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ ഈക്വൽ ആയേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ യൂണിറ്റ് ഡിസ്കിലാണ് നമ്മുടെ ഫംഗ്ഷൻസിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് 1/n എന്ന് പറയുന്നത് e raised to -n ആണ് അല്ലെ. അപ്പം നമുക്ക് ഇവിടെ എന്ത് പറയാം? എഫ് ഓഫ് z ഈക്വൽ ടു e raised to 1/, അല്ലെങ്കിൽ 1/e raised to 1/z അല്ലെ. എഫ് ഓഫ് z ഈക്വൽ ടു 1/z എന്നും പിന്നെന്താണ് e raised to z അല്ലേ വരുന്നത്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് അന്നേരം z അല്ലേ വരത്തുള്ളൂ. എഫ് ഓഫ് 1/n എന്ന് പറയുന്നതിനല്ലേ സാർ z എന്ന് കൊടുത്തത്. അതെ e raised to z ഉം അടുത്തത് ഞാൻ ഇങ്ങോട്ട് എഴുതാം. ജി ഓഫ് z ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ജി വേണ്ട, ഇത് നമുക്ക് f1 എന്നും കൊടുക്കാം, ഇത് നമുക്ക് f2 എന്നും കൊടുക്കാം. f2 ഓഫ് z ഈക്വൽ ടു 0 ഫോർ എവരി z എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ. അപ്പം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് എടുത്തു, f1 f2 നമ്മൾ ഡിഫൈൻ ചെയ്തു. f1 എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? f1 ഓഫ് z ഈക്വൽ e raised to z എന്നും f2 ഓഫ് z ഈക്വൽ 0 ഫോർ എവരി z. അപ്പൊ എന്താണ് സംഭവം? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഈ f ഈക്വൽ ടു f1 ആൻഡ് f ഈക്വൽ ടു f2 ആണ്. എവിടെ? f ഈക്വൽ ടു f1 ഓൺ ദ സെറ്റ് എവിടെയാ? ഇങ്ങോട്ട് എഴുതാം. f ഈക്വൽ ടു f1 ഓൺ ദ സെറ്റ് 1/n n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. പിന്നെന്താണ്? ഈവൻ അല്ലേ? അതായത് അഡ്മിൻ സൈഡില് n ഗ്രേറ്റർ ദാൻ 2 ഉം n ഈവനും ഈ സെറ്റില് f ഈക്വൽ ടു f1 ആണ്. രണ്ടാമത് എന്ത് കിട്ടി? f ഈക്വൽ ടു f2 എവിടെ? സെറ്റ് 1/n n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 n ഓഡ്. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്
ഈ നമ്മളിപ്പോ പറഞ്ഞ ഈ സെറ്റില് 1/n ഇതിന് ഞാൻ അല്ലെങ്കിൽ S1 എന്നല്ല വിളിക്കുവാണെങ്കിൽ S1 എന്ന് പറയുന്ന സെറ്റില് F=F1 S2 എന്ന് പറയുന്ന സെറ്റില് F=F2 ആണ്. ഈ S1 S2 പ്രത്യേകത എന്താ? ഇതിന് രണ്ടു പേർക്കും 0 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. 0 എന്ന് പറയുന്നത് ലിമിറ്റ് പോയിന്റ്. അപ്പൊ നമ്മുടെ തീറം അനുസരിച്ച് എന്താവണം? F=F1 F2 ഇൻ എവിടെ ആയിരിക്കണം? കോംപ്ലക്സ് പോയിന്റ്. എന്താ ഇത് രണ്ടും ഈക്വൽ അല്ല, അതാണ് പ്രശ്നം. F1 F2 ഈക്വൽ അല്ല. F2 എന്ന് പറയുന്നത് 0 ഫംഗ്ഷനും F1 എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പൊ അത് നടക്കത്തില്ല. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഉണ്ടോന്നാണ്. അപ്പൊ നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റ് എന്തായിരുന്നു? ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ കളക്ഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കളക്ഷനേ ഇല്ല. എ എന്ന് പറയുന്നത് MD സെറ്റാ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? MD. A=MD. ഇനി ബി യെ കുറിച്ച് നോക്കാം. ബി സെറ്റ് ഓഫ് ഓൾ എഫ് ഹോളോമോർഫിക് ഡിഫൈൻഡ് ഓൺ നമ്മുടെ യൂണിറ്റ് ഓപ്പൺ ഡിസ്ക് F(1/n) = n-2/n-1. ഇതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. F(1/n) = എന്തോ രണ്ടിടത്തും ഓക്കെ കറക്റ്റ് ആണ് സർ. 1 - 2/n 1 - 1/n. നമുക്ക് എന്താ പറയാം? ഞാൻ g of x = 1 - 2z divided by 2z by 1 - z എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? F = g on set 1/n. കാര്യമില്ല. ഓക്കെ, അപ്പൊ F = ആ സെറ്റിലും എന്താണ് 0 എന്ന് പറയുന്ന ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പൊ എന്താണ്? F = ആര് തന്നെ ആയിരിക്കണം? ഈ G തന്നെ ആയിരിക്കണം. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. F = G ഈ ഒരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കണം. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇത് യൂണിറ്റ് ഡിസ്കില്, ഓപ്പൺ യൂണിറ്റ് ഡിസ്കില മോഡുലസ് ഓഫ് Z <1 ആ ഫംഗ്ഷൻ എന്താണ്? ഹോളോമോർഫിക് ആണ്. അപ്പം നമ്മുടെ എഫിന് എന്താണ്? ഈ ബി എന്ന് പറയുന്ന സെറ്റിന് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത് ചെയ്യുക. നമുക്ക് എന്താണ്? A is empty and B has exact. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. A emptyയും B എന്ന് പറയുന്നതിനകത്ത് ഒരൊറ്റ എലമെന്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു സമയം തരാറായി. ഞാൻ വേഗം എല്ലാം ഒന്ന് പറഞ്ഞു പോകാൻ. ഇതിവിടെ നമുക്ക് F = ഇത് ശരിക്കും CR ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുന്നുള്ളൂ. F = U + IB നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ F' അറിയാം. അപ്പം ഓപ്ഷൻ എ ഒക്കെ CR ഇക്വേഷൻ ആണ്. നേരത്തെ പറഞ്ഞ F'(UX + IVX) ബാക്കിയൊക്കെ ശരിയാണ്. ചെക്ക് ചെയ്ത് ഇട്ടാൽ മതി. അടുത്തത് ഇവിടെ നമ്മൾ മുമ്പ് കണ്ട ഒരു ക്വസ്റ്റിന്റെ മുമ്പ് ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. മോഡുലസ് ഓഫ് എന്തായിരുന്നു? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് ഇവിടെ തന്നെ. അപ്പൊ നമ്മളോട് എന്തൊക്കെയാണ് നെസസറിലി കണ്ടിന്യൂ ട്രൂ ആണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്താ, നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. കാരണം എന്താ? എപ്സിലോൺ ഗിവൻ തന്നാല് ഡെൽറ്റ = എപ്സിലോൺ തന്നെ ചൂസ് ചെയ്യാം. ഡെൽറ്റ = എപ്സിലോൺ ചൂസ് ചെയ്യാം. അപ്പൊ എന്താ? കണ്ടിന്യൂറ്റി കിട്ടി. എഫ് ഇൻജക്റ്റീവ് ആണോ സബ്ജക്റ്റീവ് ആണോ എന്നാണ് അടുത്ത ചോദ്യം അല്ലേ? അതിനെന്താ ചെയ്താൽ മതി? F(x) = ഒരു k belongs to x ഫിക്സ് ചെയ്യാം. അതെന്താണ്? നമ്മുടെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ F(x) = k for every x ഡിഫൈൻ ചെയ്തു. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് വരും? D of f(x, f(y) എന്ത് വരും? 0 എന്ന് വരും അല്ലെ? D of f ഇത് എപ്പോഴും ട്രൂ ആ. ഫോർ എവരി എക്സും വൈക്കും ട്രൂ ആ. അപ്പൊ എന്താണ് ഇത്? ഈ ഫംഗ്ഷൻ എന്താ? ഇത് 1 1 അല്ല, ഇത് ഓണ്ടു അല്ല. താങ്ക് യു സോ മച്ച് സർ. നല്ല ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു. ഇനി അടുത്ത ദിവസം അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ബാക്കി എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെട്ടാൽ മതി. എനിക്കത് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. അവർ പറയുന്നതനുസരിച്ച് ക്ലാസ് എടുക്കുന്നതേ ഉള്ളൂ. അവരോട് തന്നെ ചോദിക്കാം. എന്നോട് പറയുമ്പോൾ എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.